Indian Airlines announces the arrival of the flight IC 302 from Chennai. What's your name? Daddy ku Dolly, Mummy ku Pujji. School tanya. Sweet name. വരട്ടെ. ECC കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോണം. പോവാം മാഡം. ലീവ്. അർജന്റ് ആയിട്ട് പോണ ഓട്ടോ റിപ്പയർ ആയി എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യോ? ഓക്കേ. എന്ത് പറ്റി? ഒന്ന് ഇറങ്ങോ, ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളൂ. ഇറ്റ്സ് ഓക്കേ. നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന 10 ദിവസവും കമ്പനി ഗസ്റ്റ് ഹൗസിൽ തങ്ങിക്കൊള്ളൂ. കമ്പനി വിൽ ടേക്ക് ഓൾ യുവർ നീഡ്സ്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കേ. കീങ് എന്നേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ബാംഗ്ലൂരിലായിരുന്നതുകൊണ്ട് കന്നഡം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് 4 ലാംഗ്വേജും അറിയാം. താൻ എവിടെയാ പഠിച്ചത്? വിമൻസ് കോളേജ്. ഓ, MD ആള് നല്ലവനാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഈ കമ്പനിയുടെ ഡ്രൈവറാണോ? എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? എന്താ നിങ്ങൾ മറുപടി ഒന്നും പറയാത്തെ? 3 പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ ടെൻഷനായെന്ന് തോന്നുന്നു. അതെയോ? ഞങ്ങളെ കണ്ടപ്പോ ടെൻഷനായോ? നമസ്കാരം സർ. വേണ്ട, അത് ഞാൻ എടുത്തോളാം.
ടിപ്സ്. എന്റെ മോളെ, അങ്ങേർക്കാണോ നീ ടിപ്സ് കൊടുത്തത്? എന്താ ഞാൻ ഡ്രൈവറിന് 100 രൂപ കൊടുത്തത് കൂടുതലെന്നാ വിചാരിക്കുന്നത്? നമ്മുടെ ഡ്രൈവർ അല്ല, കമ്പനി മാനേജരാ. നമ്മുടെ മുതലാളിയുടെ വളർത്തുമകനാ. അങ്ങനെയുള്ള ഒരു പത്രാസും ഇല്ല. കണ്ടില്ലേ, അദ്ദേഹം തന്നെ കാർ ഓടിച്ചോണ്ട് വന്ന് നിങ്ങളെ ഇറക്കി വിട്ടത്. വരുമ്പോ ഞങ്ങളോടൊരു വാക്കുപോലും മിണ്ടിയില്ല. അങ്ങേര് നിങ്ങളോട് മാത്രമല്ല, ഒരു പെണ്ണിനോട് സംസാരിക്കില്ല. പെണ്ണുങ്ങളെ നേരെ പോലും നോക്കില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഇഷ്ടല്ല. പക്ഷേ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെണ്ണുങ്ങളെ മാത്രമാണ്. പെണ്ണുങ്ങളെ മാത്രമേ ഇവന് ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. സത്യ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാലേ മാർക്കറ്റിലൊരു നല്ല പേരുണ്ട്. തീർച്ചയായും സാർ. നമ്മളിന്ന് ഫ്ലാറ്റ്സ് വിശ്വസിച്ച് വാങ്ങിക്കാം. അതുകൊണ്ട് മറ്റൊരു ഫ്ലാറ്റ് കെട്ടി പേര് കളയണ്ട. പ്ലേ ഗ്രൗണ്ടായിട്ട് കൊടുത്തേക്ക്, പിള്ളേരെങ്കിലും കളിക്കുമല്ലോ. സത്യയുടെ ക്യാരക്ടർ എന്ത് ചെയ്യാനാ, തള്ളയില്ലല്ലോ എന്ന് കരുതി വാത്സല്യം കുറെ കൂടുതൽ കൊടുത്തു. ഇപ്പൊ അത് അനുഭവിക്കുക. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഞാനെന്തോ വെറുതെ പറഞ്ഞതിന് ദേഷ്യപ്പെട്ട് സിംഗപ്പൂർ പോയി കളഞ്ഞു. കടമൊക്കെ എങ്ങനെ വീട്ടിയെന്നാ? നിങ്ങളല്ലേ എയർപോർട്ടിനടുത്തുള്ള ഫ്ലാറ്റ് വിറ്റ് തന്നത്? ഓ, അത് ഇതിനായിരുന്നു. കൂടെയുള്ള പയ്യന്മാരെ എന്തോ പറഞ്ഞതിന് കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ 4 പേരുമായി ഒരു കൊച്ചു മുറിയിലാണ് കിടക്കുന്നത്. അവന്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, ഈ അച്ഛനും മോനുമായിട്ടുള്ള ബന്ധം എന്നെ കഴിഞ്ഞേന്. എന്ത് ചെയ്യാനാ, ജനിച്ചു പോയില്ലേ ഒറ്റ മകൻ. ഇപ്പൊ ഏത് പെണ്ണിന്റെ കൂടെ കറങ്ങുന്നു? നിങ്ങളുടെ ക്വാളിഫിക്കേഷന് നിങ്ങൾ എന്തിനാ റെപ്പായിട്ട് ജോലി ചെയ്യുന്നത്? എന്ത് ജോലി ചെയ്യുന്നു എന്നത് മുഖ്യമല്ല മാഡം, എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതാണ് മുഖ്യം. എന്റെ ലക്ഷ്യം തന്നെ ഈ ECCയിൽ ജോയിൻ ചെയ്യുന്നതാ. ഓ ഗുഡ്. ആ ലാസ്റ്റ് 2 ഡേയ്സിന്റെ കറണ്ട് അക്കൗണ്ട് പ്രിന്റ് ഔട്ട് യെസ് എടുത്തോളൂ. മാം. മിസ്സസ് സത്യേ. മാഡം, നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഓ വേണം. ഓക്കെ ഓക്കെ, നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ. ആത്മാർത്ഥമായി ജോലി ചെയ്ത് നല്ല പേരെടുക്കണം. തീർച്ചയായും തീർച്ചയായും. മാഡം, അപ്പോ ഞാൻ പോയി എന്റെ വർക്ക് തുടങ്ങിക്കോട്ടെ മാഡം. ഓക്കെ. ആ. ഹായ് 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 ഹായ്. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ റെപ്പായിട്ട് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനാ. ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞോ? അല്ല, എന്നാ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാനാ ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അറ്റ്ലീസ്റ്റ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഈശ്വരൻ എനിക്ക് തന്നല്ലോ. അതൊന്നു മാത്രം മതി എനിക്ക്, അതൊന്നു മാത്രം മതി. അങ്ങനെയാണോ? കുറച്ചൊന്ന് മാറി നിന്ന് നോക്ക്. എന്താ ഇത് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറുന്നത്? യു നോ വൺ തിങ്, നിങ്ങളെ കണ്ട ഈ ഒരാഴ്ച ഞാൻ ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ല, പിന്നെ ശരിക്കും ഉറങ്ങിയിട്ടുമില്ല. യെസ് സത്യേ, വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങൾ ഫോൺ ചെയ്യുന്നടാ, വല്ലാത്ത നാണക്കേടാ. കല്യാണോ? നിങ്ങൾ എത്ര പെൺകുട്ടികളെ കണ്ടാലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ എന്തോ പറയുന്നു, നീ മറ്റെന്തോണല്ലോ പറയുന്നേ? കാരണം എന്റെ മനസ്സെന്റെ കയ്യിലില്ല. എന്റെ മനസ്സ് ഒരു സുന്ദരി കുട്ടിക്ക് ഞാൻ കൊടുത്തു. ഒരുത്തിക്ക് മാത്രമാണോ കൊടുത്തത്? നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും കൊടുക്കാൻ നടക്കുകയല്ലേ നീ? നിങ്ങൾ വാക്ക് കൊടുത്തെന്ന് കരുതി എനിക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. പറയുന്നത് കേക്കച്ചാ, ഫോൺ കട്ട് ചെയ്യാച്ചാ. ഇതാ ഞാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ 1000 പേരുണ്ടാവും, 1000 പേർ. നിങ്ങൾ പറയാത്ത ജോലി ചെയ്യാൻ ഞാൻ ഒരുത്തൻ മാത്രമേ ഉണ്ടാവൂ, ഞാൻ ഒരുത്തൻ മാത്രം. എന്താ പറയുന്നത്? വിചാരിക്കുന്നത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്ന വിചാരിക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട.
like this. എന്ത് പറ്റി മിസ്റ്റർ സത്യേ? എന്റെ ലക്ഷ്യം തന്നെ ECC ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ്. അത് റെപ്പ് ജോലി ആയാലും സാരമില്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് റിസൈൻ ചെയ്യാൻ എന്താണ് കാരണം? എന്ത് ചെയ്യാനാ മാഡം, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അച്ഛന് ട്രാൻസ്ഫർ, ഞാൻ ഒറ്റ മോന, ഞാൻ കൂടെ വേണമെന്ന അമ്മയുടെ ആഗ്രഹം. എന്റെ ലക്ഷ്യത്തെക്കാളും അമ്മയുടെ അച്ഛന്റെ സന്തോഷമാണ് വലുതെന്ന് തോന്നി മാഡം. ഒരുപക്ഷെ എന്നെ തനിച്ചാക്കിയാൽ ഞാൻ ചീത്തയാവുമെന്ന് എന്റെ അമ്മയ്ക്ക് പേടിയുണ്ട്. അറ്റ്ലീസ്റ്റ് അമ്മയുടെ അച്ഛന്റെ സന്തോഷമെങ്കിലും സാധിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു മാഡം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. മാഡം, എത്ര ദിവസം ജോലി ചെയ്തു എന്നത് മുഖ്യമല്ല മാഡം, എങ്ങനെ ജോലി ചെയ്തു എന്നുള്ളതാണ് മുഖ്യം. നിന്റെ നല്ല മനസ്സിന് എവിടെ പോയാലും നിനക്ക് നല്ല ജോലി കിട്ടും. താങ്ക്സ് മാഡം. അല്ല മാഡം, ഇതിലും നല്ലൊരു ജോലി കിട്ടുമോന്ന് അറിയില്ല മാഡം. രക്ഷപ്പെട്ടല്ലേ? എങ്ങനെയെങ്കിലും വലയിലാക്കിയേ പറ്റൂ. ദാ മോനെ പ്രസാദം. അല്ലമ്മേ, ദർശനമൊക്കെ നന്നായിരുന്നോ? ദർശനമൊക്കെ നന്നായിരുന്നു. ആ, രംഗനാഥ, ദാ പ്രസാദം. എന്താ കാര്യമെന്ന് അവളോട് പറഞ്ഞോ? ദാ മോളെ കുങ്കുമം. ഹരിതയ്ക്ക് മനസ്സിലായോ? ഹരിതേ, ദാ സ്വീറ്റ്. എന്താ ഹരിതേ, നിനക്കൊന്നും മനസ്സിലായില്ലേ? നിനക്ക് കല്യാണം. സാധാരണ എല്ലാ പെൺകുട്ടികളും പറയാറുള്ള പോലെ എനിക്കിപ്പോ വേണ്ടെന്ന് പറയരുത്. 3 വരന്മാർ വന്നിരിക്കുക, 3 നല്ല കുടുംബം. അതല്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ട് 3 പേരുടെ വീട്ടിലും പ്രധാന കണ്ടീഷൻ പെണ്ണ് ജോലിക്ക് പോകരുത്, ഹൗസ് വൈഫായിരിക്കണമെന്നാ. ആരംഭത്തിലെ കണ്ടീഷനൊക്കെയാണോ? അയ്യോ, നിങ്ങളുടെ ഏട്ടനെ കെട്ടാൻ വേണ്ടി എന്തെല്ലാം കണ്ടീഷനായിരുന്നു. കണ്ടീഷൻ വെച്ചു, അതിലൊന്നെങ്കിലും നീ ഫോളോ ചെയ്യുന്നുണ്ടോടി? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഹരിതേ, യാതൊരു കണ്ടീഷനും ഇല്ലാതെ നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നീ ആരെങ്കിലും പ്രേമിച്ചേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. മോടെ ഇഷ്ടത്തിന് വിരോധമായി ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേരോട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞിരിക്കും. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ എന്റെ കരളേ. പാട്ട് കൊള്ളാമല്ലോ. പിന്നെ നിന്നെ സൂചിപ്പിക്കാനല്ലേ ഞാൻ പാടുന്നത്. നാളെ നിന്റെ ബെഡ്റൂമിൽ ഒന്ന് പാടാനും പറയല്ലോ നീ. അല്ല, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞതാ? എങ്ങനെ മനസ്സിലായി? യാത്ര ബൈക്കിലാണല്ലോ, ദൗര്യമായിട്ട് കിട്ടിയതല്ലേ? അത് പതുക്കെ, അമ്മായിയച്ഛന്റെ പ്രാക്ക് കാരണം ബ്രേക്ക് പിടിച്ചൊന്നും വരില്ല. അളിയാ അളിയാ ഒന്ന് തുറക്കണം അളിയാ. ഇപ്പോഴൊക്കെ കാറി തട്ടിയാണ് അവിടെ പിച്ച ചോദിക്കുന്നത്. കൊണ്ടുപോടാ. 10 രൂപയോ? നിന്നോട് ഞാൻ ധർമ്മം ചോദിച്ചോടാ. ആഹാ, പിന്നെ എന്തിനാ ഡോറിൽ തട്ടിയത്? വെളിയിൽ ഭയങ്കര വെയിലല്ലേ, കുറച്ച് AC കാറ്റ് കിട്ടാൻ വേണ്ടിയാ ഡോർ തുറക്കാൻ പറഞ്ഞേ. നിന്റെ ഈ അഹങ്കാരം പറിച്ചാ നിന്നെ ഈ ഗതിയിലാക്കിയത്. അയ്യോ പോടാ, ആ ഈശ്വരനെ ഓപ്പണർ പല്ലക്കിലാ ഇപ്പൊ വരുന്നത്. ഇയാളുടെ ഒരു കണ്ടുപിടുത്തം. നിന്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആകുന്നു. ക്ലോസ് ദ ഡോർ. ഹലോ, യുവർ അറ്റൻഷൻ പ്ലീസ്. അബ്ദുൽ കലാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, യൂത്ത്സ്, ഞാനും നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റ് ആണ്. കഷ്ടപ്പെട്ട് IAS എൻട്രൻസ് വരെ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പഠിക്കാൻ സാമ്പത്തികവും ഇല്ല. നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സിന് ബലമുണ്ട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്താ ഞാനും ഒരു IAS ഓഫീസർ ആവില്ലേ? കം ഓൺ, സീ മൈ സർട്ടിഫിക്കറ്റ്സ്. ചെക്കും DD ഒന്നും വാങ്ങില്ല കേട്ടോ, ഓൺലി ക്യാഷ്. നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഞാനൊരു 200 രൂപ തരാം. ഒരു 200 എന്നാ വെച്ചോ. ഈ
ചെറിയ എമൗണ്ട് ഒന്നും എണ്ണ എനിക്ക് ടൈം ഇല്ല. ഇതിൽ എത്ര ഉണ്ടെന്ന് പറയൂ. 1800 ഉണ്ട്. 1800 ഉള്ളോ? ഒരു 2000 റൗണ്ട് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതാ. എനിവേ താങ്ക് യു ഗൈസ് ആൻഡ് ഫിഗേഴ്സ്. സാറേ വിശ്വസിക്കില്ലേ, ഇവൻ കള്ളം പറയും. ഇത് എന്റെ ഫയലാ. ഇവൻ എന്റെ ഫയൽ കട്ടോണ്ട് വന്നതാ. ആവശ്യമില്ലാതെ ഒരു ജെന്റിൽമാനെ കുറ്റം പറയരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ആ ഫയൽ വാങ്ങിയ മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കിയേ. ഇങ്ങി തന്നെ. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റോ? അതെ, റണ്ണിംഗ് റേസിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതെയോ? ഗോൾഡ് മെഡൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. അത് ആര് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്ന്? ഇതാ നിന്നു. എങ്ങനെ ഓടിയത്? ഇങ്ങനെ escape. ഡാ, ഇറക്കടാ. അടിച്ചു. ഡാ, അടിച്ചോടാ. പിന്നെ അടിക്കാതെ. ഛേ, റാണി മിസ്സായല്ലോടാ. റാണി മിസ്സായെന്നോ? നീ ഏതെങ്കിലും റാണിയെ മിസ് ചെയ്തിട്ടുണ്ടോ? നിന്റെ കണ്ണി കണ്ട ഉടനെ മുദ്ര കുത്തി കളയില്ലേ? നിന്റെ ലേറ്റസ്റ്റ് റാണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാടാ? ആ പെണ്ണ് ഒരു ഗ്യാസ് കമ്പനിയിൽ നിന്ന് വെളിയിലിറങ്ങി. ഉടനെ ഞാൻ അകത്ത് പോയി. ആ പെണ്ണിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഏജൻസിക്കാരൻ സൈലന്റ് ആയിരുന്നു. ടക്കെന്നൊരു 100 രൂപ എടുത്ത് ഞാൻ നീട്ടി. എന്റെ സ്വന്തം കാശായിരുന്നു. അതെ, അതുപോലെ. താങ്ക് യു. ആ പെണ്ണിന്റെ പേര് ഹരിത എന്നാ. ആ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയാം. മൊത്തം 3 പേരാ. നമ്പർ 1 70 വയസ്സിന് മുകളിലുള്ള ഒരു മുത്തശ്ശി. അതിനെ നീ നോക്കുകയില്ല. രണ്ടാമത്തേത് അവളുടെ ഏട്ടത്തി, കയ്യിലൊരു കുഞ്ഞുണ്ട്. അതാരാണെന്നേ നീ ചോദിക്കില്ല. മൂന്നാമത്തേതാ നമ്മുടെ ഹരിത. അവളെയും നീ പറയടാ. ഓവർ എക്സ്പെക്ടേഷനിലാണെന്ന് പറയാൻ വന്നതാ. ഫോൺ നമ്പർ? അതിന് 500 രൂപ തന്നാലേ പറയുമെന്നാ. 222224830127. ട്രൈ ചെയ്യടാ. അത് നിന്റെ ആളല്ലേ? അടച്ച്. ഫോൺ നമ്പർ ട്രൈ ചെയ്യടാ. ക്ലിയർ ആയിട്ട് പറയണോ അനിയാ? നമ്പർ ബിസി എന്ന ലേഡി വോയിസ് വരുന്നു. ശബ്ദം നന്നായിട്ടുണ്ട്. അതിനെ ഒന്ന് ട്രൈ ചെയ്യാലോ? എടാ, അത് ഫോണിൽ വരുന്ന റെക്കോർഡഡ് വോയിസ് ആടാ. അതുകൊണ്ടാ വേണ്ടെന്ന് വെച്ചേ. ഡാ, നമ്പർ വീണ്ടും ട്രൈ ചെയ്യടാ. യാ. ഹലോ ഹലോ, കോമ്പയർ അർച്ചനയാണോ? ഹലോ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും. എന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചത്? ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. എന്റെ ചിറ്റപ്പന് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. റോങ് നമ്പർ. ഹലോ. എന്താ കാർത്തികേ, നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സായി പോയോ? എടാ, നീ ആരാടാ? തരൂ, മുത്തശ്ശി തന്നെ. ഹലോ, റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ആരാരെ ശല്യം ചെയ്തു? നിങ്ങളാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ടതുപോലെ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. വല്ലാത്ത കഷ്ടത്തില. എടാ, നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ഇഡിയറ്റ്. ആരാ മോളെ അത്? ഏത് ഭ്രാന്തനാ? എടാ, പ്ലീസ് ദേഷ്യപ്പെടരുത്. ഒരു നിമിഷം. ഇത്ര സുന്ദരിയായ നിങ്ങളെ നേരിൽ കണ്ട ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റിലൊന്ന് വന്നാല് നമുക്ക് നേരിക്കണ്ട് സംസാരിക്കാം. എന്താ, പേടിച്ചിട്ട് നാളെ വരാതിരിക്കരുതേ. എടാ, നീ ആരായിരുന്നാലും എനിക്കെന്താ? നിന്നെ പേടിച്ച് ഞാൻ എന്തിനു വരാതിരിക്കണം? ഈ തന്റെ ഇടമാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. ഓർമ്മ വെച്ചോളൂ. യെല്ലോ കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാന്റ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യും. മറക്കാതെ വരണം. ബൈ. നേരിട്ട് കാണാമെന്നല്ലേ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇത്തവണ ഓപ്പറേഷൻ പുതിയ മെത്തേഡാണല്ലോ. നീ നേരി പോവാണോ? നാളെ എന്ത് നടക്കുമെന്ന് യു വെയിറ്റ് ആൻഡ് സീ. ഒരു ക്വാർട്ടറിന് ഇത് ധാരാളം. നമ്പർ വാങ്ങിയതിന് ഇത്രയും ചെലവോ? സത്യം പറ, നിനക്ക് എത്ര തന്നേ? പറയാം, പക്ഷെ ഒരു 200 രൂപ ചെലവ് കാണും. സമ്മതാണോ? പോടാ. പോടാടേ, പോടേ. ഡാ, ആരത്? ഇങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട് നോക്കാൻ? ഡാ, കാൽ കുപ്പിക്ക് വേണ്ടി കുടുംബം ഇല്ലാതാക്കാണോ? വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലത് കാം മത് കർ. ആരാ ഇവള്? ഇവള് ഇതിനു മുമ്പ് ഏരിയയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. മലയാളത്തിൽ ഇന്ത്യയിൽ വിരട്ടിട്ട് പോകുന്നു. കലക്ക് മത് കർ എന്ന് പറഞ്ഞാൽ എന്താ? ഏയ്, നമ്മളെ ആയിരിക്കില്ല. ഹലോ ഹലോ എടാ, ഹലോ. എന്തിനാടാ ഹലോ? ഹലോ,
ഞാൻ നിങ്ങളെ വിളിച്ചതല്ല, ഫോണിൽ ഹലോ പറഞ്ഞതാ. നീ ഫോണിൽ പറഞ്ഞാണോ എന്നോട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിക്കും, ലേഡീസ് വോയിസ് ആണെങ്കിൽ വരുന്നോന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ വന്നടാ, നീ എന്ത് ചെയ്യാൻ പോവാ? എന്താ മാഡം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്? ഞാൻ എപ്പോഴാ നിങ്ങളെ വിളിച്ചത്? നിങ്ങളുടെ ഇഷ്ടത്തിന് വരുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? യെല്ലോ ഷർട്ട്, യെല്ലോ ഷർട്ട്, ബ്ലാക്ക് പാന്റ്. റോഡിൽ കേട്ട അതേ കുയിൽ നാദം. സോറി ബുൾബുൾ, ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വരാൻ അല്പം ലേറ്റ് ആയി. എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു. റാസ്കൽ, നിനക്ക് നാണമില്ലേ? ഇഡിയറ്റ്. ഹലോ, എന്താ നിങ്ങൾ ആർക്കണ്ടാലും ചൂടാവുന്നത്? ഓ സോറി, വെരി വെരി സോറി. ഞാൻ ചൂടായത് നിങ്ങളോടല്ല. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന യെല്ലോ ഷർട്ടാണ് പ്രോബ്ലം. എന്താ ഇത്? ചൂടായില്ല എന്ന് പറയുന്നു, യെല്ലോ കളർ ഷർട്ടാണ് പ്രോബ്ലം എന്ന് പറയുന്നു. എന്താ? സാറിന് മനസ്സിലായില്ല, ഞാനാണ് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. സാർ മഞ്ഞ കളർ ഷർട്ട് ഇട്ടതുകൊണ്ട് സാറിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് നല്ല ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാവുന്നത്. സോറി സർ, വെരി സോറി. സോറി. എന്തോ സോറി. എന്താ ബ്രദർ പറയുന്നത്? നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികൾ പിന്നാലെ വരുന്നു. എന്റെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികളുടെ ചെരുപ്പടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രശ്നം പിന്നീട് തീർത്തോ, എനിക്കിപ്പോ അങ്ങോട്ട് പോകാലോ. സോറി സർ, വെരി സോറി. സോറി. നമുക്ക് പോവാതെ. എല്ലാം നീ കാരണോടാ. ഇനി ആർക്കും നീ ഫോൺ ചെയ്യാൻ പാടില്ല. എന്നോട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ആർക്കാ ഫോൺ ചെയ്യുന്നത്? പോലീസിനാ. പോലീസിൽ പോയ ജയലക്ഷ്മിയുടെ കഥ അറിയാമല്ലോ അല്ലേ? എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവളെ കണ്ടോ? ആ പച്ചക്കിളി ഇവിടെ വന്ന് എന്ത് സെലക്ട് ചെയ്താലും അതൊക്കെ ഞാൻ സെലക്ട് ചെയ്താണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. എന്താണ് കച്ചവട സമയത്ത് കൂടുതൽ വാചോടിക്കാൻ ഞാൻ പറഞ്ഞു ചെയ്യടാ. യെസ് മാഡം. അയ്യോ ഇത് മാഡം. ഇതൊന്ന് പാക്ക് ചെയ്യണം. ഓക്കെ മാഡം. ഇതും കൂടി വേണം കേട്ടോ. സോറി മാഡം, അത് വേറൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള സെയിം പീസ് ഇല്ലേ? ഇല്ല മാഡം, അങ്ങേരോട് വേണം ചോദിച്ചു വാങ്ങിച്ചോളൂ. ദേ ഇങ്ങനെയാണ്. നിങ്ങളായിരുന്നോ? അയ്യോ, നിങ്ങൾ തന്നെ വെച്ചോളൂ. വേണ്ട വേണ്ട, സാരമില്ല, നിങ്ങൾ തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, തന്നേക്ക്. അയ്യോ, 1000 രൂപ പോയി. വെയിറ്റ്, എത്രയാ? 1000 രൂപ. സോറി കേട്ടോ. എന്ത് സോറി? എന്തിനൊരു സോറി? നിങ്ങളുടെ പേരെന്താ? സോറി എന്നാ? അല്ലെന്നേ, ഹരിത. എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത്? ചോദിച്ചാ സോറി എന്ന് പറയും. ഹലോ സിസ്റ്റർ, ഹലോ സിസ്റ്റർ, ഹലോ ബ്രദർ, ഒന്നിങ്ങി വന്നേ, എല്ലാവരും വന്നേ. ഹലോ, ഒന്നിങ്ങി വന്നേ, വന്നേ, എല്ലാവരും ഒന്ന് വന്നേ. എന്താണെന്ന് ചോദിച്ചേ. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നിൽക്കായിരുന്നു. ഇവരിതുപോലെ വന്നു, തെറി പറഞ്ഞു, സോറി ചോദിച്ചു, പോയോ ഇല്ലയോ? അതെ. ഇന്നാണെങ്കിലോ ഞാൻ മാറ്റി വെച്ചിരുന്ന ഗ്ലാസ് ഐറ്റം താഴെയിട്ട് പൊട്ടിച്ചിട്ട് സോറി ചോദിക്കുന്നു. ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചോ? അല്ല, എപ്പോ നോക്കിയാലും എന്തിനാ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ മാഡം പ്രശ്നം? അല്ല, ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാ. എന്താ ആക്ച്വലാ നടന്നതും ആക്സിഡന്റിൽ നടന്നതും? ഇന്നലെ അവിടെ വന്നു, ഇന്ന് ദേ ഇവിടെ വന്നിരിക്കുന്നു. നാളെ എവിടെയാ വരാൻ പോകുന്നത്? ഹലോ, ഞാൻ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. ആഹാ, ആള് കുറച്ച് കൊള്ളാൻ തോന്നിയാ മതിയല്ലോ, വളച്ച് പോക്കറ്റിലാക്കും അല്ലേ? ഹലോ, സൂക്ഷിച്ച് സംസാരിക്കേ. നിങ്ങൾ വരും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ തന്നെ തെറി വിളിക്കും. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതാണ് ലാസ്റ്റ്. ഇനി മേലെ എന്നെ ഫോളോ ചെയ്യാനൊന്നും പാടില്ല. ഫോളോ ചെയ്യുന്ന പോലെ ഫോളോ. ഈ മോന്റെ ഒരു പ്രാവശ്യം കണ്ടല്ലേ സൈക്കിള്, പിന്നല്ലേ ഫോളോ ചെയ്യാൻ. എന്തിനാടി ചിരിക്കുന്നത്? ആരാടി അവൻ? ആ, ഞാൻ എന്തോർത്ത് ചിരിക്കുന്നു. അതിന് മുത്തശ്ശിക്കുന്നതിന്റെ സങ്കടം. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് രാത്രി കരഞ്ഞോണ്ടിരുന്നാ അതിന് പല കാരണങ്ങളുണ്ടാവും. ചിരിച്ചാ ഒരേ ഒരു കാരണത്തിനേ സാധ്യതയുള്ളൂ. പറ മോളെ, ആരാവൻ? അത് പറഞ്ഞാലും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നാ? നിന്റെ മുത്തശ്ശൻ എന്റെ ഫോട്ടോ എടുക്കാനാ എന്റെ വീട്ടിൽ വന്നത്. ഞാൻ ഫോട്ടോയിൽ വരുന്നതിന് മുമ്പ് അങ്ങേരെന്റെ വലയിൽ വീണു. ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വന്ന്
ലവ് ഡെവലപ്പ് ചെയ്തു അങ്ങേരെ. മുത്തശ്ശനാണോ പിറകെ നടന്നത്? അതെ മോളെ. എന്നാ ഇവനാണെങ്കിൽ മുത്തശ്ശി ഇത് ഇവന്റെ പുറകെ ഞാൻ ചുറ്റുന്ന പോലെയാ പറയുന്നത്. എന്നെ ഫോളോ ചെയ്തെന്ന് പെണ്ണുങ്ങളെ പോലെ പറയുകയും ചെയ്യുന്നു. ഒരു വട്ടനെന്നാ തോന്നേ. ആരുടെ പുറകെ ആര് ചുറ്റിയാ എന്താ? 4 ഉം 4 ഉം 8, 5 ഉം 3 ഉം 8. ഞാനൊന്ന് ചോദിച്ചാ മുത്തശ്ശി വേറെന്ന് പറയും. മിണ്ടാതെ കിടന്ന് ഉറങ്ങ. അതെ അതെ, നിന്നോട് ആരിപ്പ എന്തു പറഞ്ഞാലും അങ്ങനെ തോന്നും. എടേ കൊച്ചു കള്ളി, അയ്യോ ആഹാ ഇവിടെ വന്നല്ലേ. ദേ പിന്നെ ഞാൻ സത്യമായിട്ട് ലൈബ്രറി വന്നതാ. നിങ്ങളെ ഫോളോ ചെയ്ത് വന്നല്ല. പ്ലീസ് ഇന്നലെ അവിടെ ഒച്ച വെച്ച പോലെ ഇവിടെ ഒച്ച വെക്കരുത്. ഞാൻ ദിവസം വരുന്ന സ്ഥലമാ. നിങ്ങൾ വഴക്ക് പറയില്ലെന്ന് പറ. വാട്ട് നോൺസെൻസ്. എന്തിനാ ടച്ച് ചെയ്യുന്നത്? എന്നെ ഇതുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ല, അറിയോ? അയ്യോ ഒച്ച ഇടാതെ. ഒച്ച ഇടരുതെന്നാ. ഓക്കെ പതുക്കെ പറയാം. കണ്ടില്ലേ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂട്ടിമുട്ടിക്കുന്നത്. അത് നേരാ. അറിയാതെ കണ്ടുമുട്ടുക. അതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്. നിങ്ങളെ ഞാൻ വഴക്ക് പറയാതിരിക്കണമെങ്കിൽ അതിനൊരു കാര്യം ചെയ്യണം. അതെന്താ? അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. വഴക്ക് പറയില്ല. നമുക്കൊരു കോഫി കുടിച്ചാലോ? കോഫി കുടിച്ചാ? തിക്കായിട്ടൊരു കോഫി കുടിച്ച് തിക്കസ്റ്റ് ഫ്രണ്ട്സ് ആകാം. എന്താ കോഫി മാത്രം മതി എന്ന് പറഞ്ഞത്? സ്നാക്സ് ഒന്നും കഴിക്കില്ലേ? കഴിക്കാറില്ല. അതാ ഫിറ്റായിട്ട് സുന്ദരിയായിട്ട് സ്ലിം ആയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ അതിനത്ര സ്ലിം ഒന്നും അല്ലല്ലോ. കുറച്ച് ഫാറ്റ് ആണ്. നോനോ, നിങ്ങൾ എത്ര തന്നെ കഴിച്ചാലും ഫാറ്റ് ആയില്ല. കാരണം നിങ്ങൾ ഓൾറെഡി തന്നെ ഫാറ്റാ. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഫാറ്റ് ആയിട്ടിരിക്കുന്ന വളരെ ഇഷ്ടം, അറിയില്ലേ? അതെങ്ങനെയാ പറയുന്നേ? എങ്ങനെയാണെന്ന് വെച്ചാ ഓ ഓ ഓ സോറി, എനിക്ക് ജോലിച്ചൊക്കെ കുറച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെയാണോ? ആ എങ്കിൽ പറഞ്ഞോളൂ. ചെറുതായിട്ടൊന്ന് തൊട്ടോട്ടെ കയ്യില്. വെയിറ്റ്. നല്ലപോലെ പഠിക്കും നിങ്ങളല്ലേ? കറക്റ്റ്. മിക്കവാറും ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാണോന്ന് പറയണം. ശരിയാ. വീട്ടിലെ ഒരേ മകൾ. അതെ. മുൻകോപക്കാരി. പിന്നെ ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതുവരെ ഇല്ല. എന്നാ ഇനി മുതല് പ്രേമിക്കാൻ ആരംഭിക്കും. പിന്നെ ഉറക്കത്തിൽ ചിരിക്കാറുണ്ടല്ലേ? അടുത്ത ആഴ്ച നമ്മൾ ടൂറിന് പോകും. നീ ഫോൺ ചെയ്ത് നാളെ വരില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടാ. ഞാൻ വരാം. എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിസ്സ വാങ്ങി തരുമോ? ഓ തന്റെ സെറ്റപ്പ് ആണോ? I don't know. I want to disturb you. ഇതിങ്ങനെ സൈഡിൽ നോക്കിയിട്ട് എടുക്കണം പോലെയുണ്ട്. നിങ്ങൾ മിസ്റ്റർ സത്യല്ലേ? എന്റെ സുഹൃത്താ മധു. ഓ ഹായ്. ഇവർക്ക് ഇനി പേരിട്ടിട്ടില്ലേ?
ഈ ഹായുടെ പേര് ഹരിത. എന്തായാലും എന്താ ഇവന്റെ നാണം മാറ്റിയെടുത്തല്ലോ, അത് മതി എനിക്ക്. അത് പിന്നെ ഇന്ന് വരെ ഇവൻ ഒരു പെണ്ണിന്റെ അടുത്ത് പോലും ഇരുന്ന് സംസാരിച്ചിട്ടേ ഇല്ല. ഡാ. ചുമ്മാരി. അതേന്നെ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇവന് അറിയേയില്ല. എന്നാ ഇവനും ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടുണ്ട്. സത്യം പറയണ്ടാ, സത്യം പറയട്ടെ. നമ്മൾ രണ്ടും അങ്ങനെ ഇടപഴകിയത് നിങ്ങളോട് ഞങ്ങൾ സത്യം പറയാൻ പാടില്ലേ? ഇവന്റെ അയലത്ത് ഒരു ഫിഗർ വന്ന് താമസിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞോളൂ. ഇവനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ആയിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട് ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇവൻ കാണാത്ത പോലെ നിൽക്കും. അവള് ഫുൾ പാന്റ് മുക്കാലാക്കി കുറച്ചു. എന്നിട്ട് ഇവൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ആ പെണ്ണ് എന്താ ചെയ്തെന്നറിയോ? അവളുടെ രവുകൾ ഹീറോയിനെ പോലെ ഷർട്ട് മാത്രം ഇട്ടോണ്ട് വന്ന് കാലും കാണിച്ചോണ്ട് നിന്നു. എന്നിട്ട് ഇവൻ അനങ്ങിയതേ ഇല്ല. എന്തിനധികം ഇങ്ങനെ പോയാലേ ടിവിയിൽ വരുന്ന ഫിഗറിനെ പോലെ എഴുന്നേറ്റ് വരുവാണെന്ന് ഇവനോട് പറഞ്ഞതിന് ശേഷമാ ഇവൻ പോയി അവളോട് സംസാരിച്ചത്. എന്താ സംസാരിച്ചെന്നറിയോ? അവളുടെ അടുത്ത് ചെന്ന്, സിസ്റ്റർ, നമ്മുടെ നാടൻ കൾച്ചറിന് പാവാടിയും താവണിയാണ് നല്ലത്, അത് ഇട്ടോണ്ട് വാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇവൻ ഒരു സുന്ദരി കുട്ടിയെ നോക്കി ഒരു ചെറുക്കൻ സിസ്റ്റർ എന്ന് വിളിച്ച ആരാ സഹിക്കാ? പറഞ്ഞാട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പെങ്കിലും നിലനിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. ഓക്കെ, ശരി. ഇന്നത്തെ ഈ ട്രീറ്റിന് ഞാൻ കാശ് കൊടുക്കുന്നു. അയ്യോ, നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? പേഴ്സ് അവന്റെ അല്ലേ. എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ചിച്ചേ, അല്ല, ആ പെണ്ണ് ഇപ്പോഴും അവിടെ തന്നെയാണോ? അറിഞ്ഞൂടാ, ഞാൻ ഗവനിക്കാറില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ കാണാൻ മഹാലക്ഷ്മിയെ പോലെ നല്ല സുന്ദരിയായിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ. ഇടയ്ക്കിടെ സിനിമ കാണാറുണ്ടോ? ഏത് ഹീറോയെ കൂടുതൽ ഇഷ്ടം? ടി രാജേന്ദ്രൻ. ഈ കഥ, തിരക്കഥ, സംഭാഷണം, പാട്ട, ക്യാമറ, സംവിധാനം ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യൂല, അയാളാണോ? അയാള് തന്നെ. എന്താ എനിക്ക് അയാളെ ഇഷ്ടം? അയാൾ ആ പടത്തിലെ അവസാനം വരെ നായികയെ തൊട്ടുപോലും നോക്കില്ല. ഇതുമല്ലാത്ത കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം. അങ്ങനെ തൊടാത്തോണ്ട് അയാളുടെ പടത്തിലൊന്നും ലവ് സക്സസ് ആകത്തെന്നാ തോന്നുന്നത്. അതെയോ? അതേന്നേ, ഇക്കാലത്തെ പെമ്പിള്ളേർക്ക് നല്ല കുസൃതി പയ്യന്മാരെയാ ഇഷ്ടം. അതൊക്കെ വെറുതെയാ. നിങ്ങൾ അങ്ങനെ പോലെ ഇരുന്നാ മതി. എവിടെയോ ഫോൺ അടിക്കുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. അടിക്കുന്നുണ്ട്. വൈബ്രേറ്ററി വെച്ചിരിക്കുക. ഹലോ ഡാഡ്. ഡാഡ്, ടെൽ മീ ഡാഡ്. അമ്പലത്തിലേക്കോ? ഈവനിങ് പോവാം, ഇപ്പൊ പറ്റില്ല. ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് നാളെ കാണാം. തീർച്ചയായിട്ടും വരുമോ? ഓക്കെ ഡാഡ്, അപ്പൊ ഞാൻ വരാം. ഓക്കെ, ബൈ. ടേക്ക് കെയർ ഓഫ് ദി ബെൽ. നാളെ മീറ്റ് ചെയ്യാം. ഓക്കെ. കറക്റ്റ് ചെയ്യാൻ എന്തെളുപ്പോ, കട്ട് ചെയ്ത് വിടുന്ന കഷ്ടം. എന്തിനാ വിളിക്കുന്നത്? എന്നെ കണ്ടതുകൊണ്ടാ? പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് സ്ഥലം വിട്ടല്ലോ. നോക്ക്, ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മളെ തെറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് തൊട്ട പെണ്ണായതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് എൻ്റെ അച്ഛനോട് നമ്മുടെ വിവാഹത്തെ പറ്റി പറയാൻ പോയതാ. സത്യമായിട്ടും പോയതാ. അപ്പോഴാണ് 18 വർഷമായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഗ്രാമത്തിൽ എൻ്റെ ഒരു മുറപ്പെണ്ണുണ്ട്, അവളുടെ ഒരു കാലിന് മുടന്താണെന്ന്. ഏയ്, എന്താ സിനിമ കഥ പറയാ? നീ ആഗ്രഹിച്ചാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. നീ എപ്പോ അയലത്തെ വീട്ടിൽ പോകും, മറ്റുള്ളവരുടെ വീടിന് മതിൽ ചാടുമെന്ന് ആലോചിച്ച് തന്നെ എന്റെ ചങ്ക് പൊട്ടും. എന്തോ കണ്ടുമുട്ടി കുറച്ചു നാൾ കഴിഞ്ഞു. പൊടി തട്ടിയിട്ട് സ്ഥലം വിടണം. ഞാനും നിന്നെ പോലെ തന്നെയാ. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്നെ പോലെ വേണം. നിന്നെ പോലെ എല്ലാ പെണ്ണുങ്ങളും വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ പോലുള്ള ആണുങ്ങൾക്ക് എന്ത് സൗകര്യമായിരിക്കും. സൗകര്യമായിരിക്കും തോന്നാലുണ്ടല്ലോ. ഇനി മേലെ എവിടെ വെച്ച് കണ്ടാലും നേരെ വന്ന് സംസാരിക്കണം. ഓക്കേ, ബൈ. പെണ്ണുങ്ങളിൽ നമ്മളെപ്പോലുള്ളവര് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഹായ് ഹരിതേ, സുഖായിരിക്കുന്നോ? കോളേജിൽ നിന്ന് പോയതിനു ശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതുപോലെ തന്നെയുണ്ട്. നീ എങ്ങനുണ്ട്? അതുപോലെ തന്നെയാണോ അതോ മാറിയോ? ഞാൻ മാറാനോ? ലൈഫ് എൻജോയ് ചെയ്ത് കഴിയുന്നു. ഇപ്പൊ പോലും ഒരു ബോയ് ഫ്രണ്ടിനെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി ബാങ്കില് ജോലിയിൽ ചേർന്ന് കാര്യം കണ്ടു കഴിഞ്ഞപ്പോ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് സ്ഥലം വിട്ടു. ഞാനും വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മറ്റൊരു ഫ്രണ്ട് വരുന്നുണ്ട്. മതി. ഏയ്, ഒരുപാട് ഓവറാകല്ലേ. പിന്നെ കാണാം. അങ്ങോട്ട് വേണ്ട, ചെരുപ്പടി കിട്ടും. അത് വെജിറ്റേറിയനാ. ഞാൻ നോൺ വെജ്. ആണേ,
സാറേ നോ ആശാനെ ആശാനെ ഞാനും വരട്ടെ ആശാനെ, എന്നെയും കൂട്ടിക്കൊണ്ട് പോവാ ആശാനെ. എനിക്കിവിടെ ബോറടിക്കുന്ന ആശാനെ, എനിക്ക് മടുത്ത ആശാനെ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. വരട്ടെ. എടാ കുറുപ്പേ, എന്താ മുതലാളി? സത്യം വന്നിരുന്നു ഇവിടെ. ആ വന്നു മുതലാളി. സ്വന്തം അച്ഛൻ മല പോലെ ഇവിടെ ഇരിക്കുന്നു. എന്താ ഏതാന്നൊരു വാക്ക് ചോദിച്ചിട്ട് പോകുന്നുണ്ടോ? അതിന് ആശാൻ ചോദിക്കണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പെണ്ണുങ്ങളായിട്ട് ചരിക്കണം. നിന്റെ നാക്കിൽ കുറച്ച് നീളം കൊണ്ടുണ്ട്. പോടാ, പോയി തുറന്നിരിക്കുന്ന ലാക്കർ അടച്ചിട്ട് വാ. തിന്നുന്നതിന് ഒരു കുഴപ്പമില്ല. ആ വന്നു വന്നു. ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. മറന്നെങ്കിൽ വീണ്ടും പറയോ നീ? പോക്കറ്റിൽ ഫോൺ ഉണ്ടല്ലോ. ഇല്ല, ഷർട്ടിൽ പോക്കറ്റേ ഇല്ല, പാനിൽ വെച്ചിട്ടുണ്ട്. അവൾക്ക് ഒരു ഡൗട്ടും വരാൻ പാടില്ല. തീർച്ചയായും വരില്ല. ആ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ. എന്നെ വിശ്വസിക്കേ. ഹായ്, സത്യം വന്നില്ലേ? ഇല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഇതുവരെ വന്നില്ല. കൊള്ളാമല്ലോ, പ്രധാനപ്പെട്ട കാര്യമെന്ന് അവനാ പറഞ്ഞത്. നിങ്ങൾ വന്നു, അവൻ ഇതുവരെ എത്തിയില്ല. വേസ്റ്റ് ജന്മങ്ങളെ ഇതൊക്കെ. ദേ പിന്നെ നിങ്ങളായിട്ടൊന്നും മനസ്സിൽ വിചാരിക്കരുത്. ഞങ്ങൾ തമ്മിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പോ? ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ ആരംഭിച്ച് മുങ്ങിപ്പോയ ഷിപ്പ് ഒരുപാട് ഷിപ്പ് എനിക്കറിയാം. ഫ്രണ്ട്ഷിപ്പ് ആണത്രേ. അത് ഇതുപോലെ സുന്ദരിയായ പെണ്ണിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ആരെങ്കിലും കേട്ടാ ചിരിക്കും. മെസ്സേജ്, സോറി, ഒന്നുമില്ല. ഗവർണറായിട്ട് ഒരു മീറ്റിംഗാ, അത് കലക്ടർ ഓർമ്മപ്പെടുത്തിയതാ. ശരി, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളെ കണ്ടത് മുതൽ അവന് വല്ലാണ്ടായിരിക്കാ. ഷവറിൽ കുളിച്ചോണ്ടിരിക്കും, അങ്ങനെ വെളിയിൽ വരും. എടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചാ മേലോട്ട് നോക്കി താജ്മഹൽ നിന്ന് കവിത പാടും, 3 പ്രാവശ്യം തലചീകും, 6 പ്രാവശ്യം ഡ്രസ് മാറും. ഒരു വഴിയാക്കി നിങ്ങൾ അവനെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സാരമില്ല, എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യേ, ഞാൻ പോയി ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം. വെള്ളം അടിച്ചാൽ ശരീരത്തിന് കേട്, വെള്ളം വീണാൽ സെല്ലിന് കേട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആരേ ലെഫ്റ്റിൽ ഇരിക്കുന്നേ? കാണാൻ കുഴപ്പമൊന്നുമില്ല. അവനൊരു ഹരിതയെ കിട്ടിയ പോലെ എനിക്കൊരു ചെറിയ കിട്ടാതിരിക്കും. വേണ്ടടാ, തെറ്റ് ചെയ്യരുത്, വിട്ടിട്ടോടിക്കോ. കലക്കാം മത്കർ. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ഒരു കാര്യം ചെയ്യാം, അമിതാഭ് ബച്ചനോട് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? ഇവളാരെ എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. കറക്റ്റ് സമയത്ത് ഒന്ന് വാണിംഗ് തന്നിട്ട് പോകുന്നല്ലോ. എന്താടാ പേടിച്ചോടി വരുന്നത്? തോന്നിയാസം ചെയ്യുന്ന നിന്നൊക്കെ ഹെൽപ്പ് ചെയ്താ പേടിച്ചോടാതെ വേറെ ചെയ്യാ. എങ്ങോട്ട് പോകുന്നു? തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക്. എന്റെ മനസാക്ഷി കറമ്പിയുടെ രൂപത്തിൽ ഒന്ന് വാണിംഗ് തരിക. ഇനി ഞാൻ നിന്റെ കൂടെ വരില്ല. അധ്വാനിച്ച് സമ്പാദിക്കാൻ പോവാ. നിനക്ക് എന്തറിയാം? ഭിക്ഷ എടുക്കാൻ പോവാടാ. സത്യമാണ് സംസാരിക്കുന്നത്. നീ പറഞ്ഞത് സത്യോടാ. ഞാൻ ഹരിതയെ സ്നേഹിക്കാൻ തുടങ്ങിയടാ. എന്റെ അമ്മ വന്ന് എനിക്കായിട്ടൊരു പെണ്ണിനെ കണ്ട ആ പെണ്ണെങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാ. അവൾ അങ്ങനെ തന്നെയുണ്ട് എന്റെ ഹരിത. ഒരു നല്ല ഫ്രണ്ടിനെ പിരിയുന്ന വേദന, സ്വന്തക്കാരെ പിരിയുന്ന വേദന, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാ പ്രേമം തുറന്നു പറയാതെ മനസ്സിൽ തന്നെ വെക്കുന്നത് ഇതിലെല്ലാം വലിയ വേദനയാണടാ. ഇന്ന് ഞാൻ എൻ്റെ കാര്യം പറയാൻ പോവാ. ഓക്കെ, ഹരിതയോട് കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ. എന്താടാ മധു ഒന്നും മിണ്ടാത്തത്? മധു, മധു, എന്താടാ എന്താടാ മധു നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സോറി, കുറച്ച് ലേറ്റായി. അത് സാരമില്ല. അല്ല, എന്നോടെന്തോ പ്രധാന കാര്യം പറയാനുണ്ടോ വരാൻ പറഞ്ഞിട്ട്? അതൊന്നുമില്ല, ചുമ്മാ. ശരി, വെറുതെ ആണെങ്കിൽ വിട്ടേര്. ഇല്ല, പറയണമെന്ന് മനസ്സിലുണ്ട്, എന്നാ പറയാനൊരു പേടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ട് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടായി പോയാ പിന്നെ നിങ്ങൾ കാണാൻ പോലും പറ്റില്ല. അവസാനം വരെ നമുക്ക് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കാം. ഓ, ഇത് മധുവിന്റെ ഫോണാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പൊ ഞാനിതിൽ സംസാരിച്ചല്ലോ.
നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ? നിങ്ങൾ മുമ്പേ വിളിച്ചപ്പോ ഞാനേ ഫോൺ എടുത്തേ. അയ്യോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ഞാൻ പറഞ്ഞൊക്കെ ശരിയാണല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഏ? എന്തോ എൻ മിഴികൾ നിൻ മുഖമേ തിരയുന്നുവോ, എന്തോ എൻ പാദം നിന്നിടം തേടി വരുന്നുവല്ലോ, ആശയോടെ ഓടി വന്ന് മൗനമായി അധരങ്ങൾ കവതിയുമായി 100 കോടി മാനുകളോടും വേഗത്തിൽ എൻ ഹൃദയം തുടിക്കുന്നല്ലോ. എടി നാക്കില് മൂക്കില് കാതില് തലയില് നിനക്കിത് അറിയില്ലേ? നിന്റെ പോക്കില് നയത്തില് നടയില് തുണിയില് മയങ്ങണതറിയില്ലേ? എടി നിൽക്കുന്ന ഞെളിയുന്നു നുറുങ്ങുന്ന എരിയുന്ന നെരുപ്പൊന്നും അറിയില്ലേ? എന്നെ മയക്കുന്നു നടക്കുന്നു വിൽക്കുന്നു വിറയലിൻ മോചനം എനിക്കില്ലേ? അടങ്ങാത്തത് കാമോ അതിനെ നീ അടക്കല്ലേ? അത് തൈര് ചോറ് ഉപ്പില്ലേ രുചിയില്ല. കണ്ണാടിയിൽ നോക്കി കാലം പോയി അറിയാതെ നിന്റെ വീട്ടിൽ ദിനവും ഇതുപോലെ നടക്കുന്നു. ഈ ദിനം ഒരു മാറ്റം സ്നേഹത്തിനാലെ രാത്രികൾ ഓരോന്നും വേഗമായി പുലരുന്നുവോ. ഭയമുള്ളൊരു ഭൂതം ഭീകരമായിറങ്ങിയതോ, കണ്ണു ചിമ്മും നേരം അത് വേല തുടങ്ങിയോ. കാണുമ്പോൾ നല്ലൊരു പഴമുതിർച്ചോല അത് നുകരാൻ വേഗം വാ 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 വാ. മെല്ലിയൊരു മൗനം മനസ്സോട് പറയുന്നു, പൊതുവായൊരു നാണം പുഞ്ചിരിയായി വീശുന്നു. മനസ്സിടറും നേരം വാനത്തിൽ മാറ്റം, കാട്ടിൽ നടന്നേ കുളിർപനിയിൽ നടങ്ങുന്നു. ഉലകാങ്കിതയാകാം പൂ പോലെ മനസ്സിരുന്നാൽ, പൂവൊന്നു തൊട്ടാൽ തീ പോലെ ചൂടല്ലേ. ചൂടിയ പൂവിനു പൂജകളേ ഇല്ല, ചൂടണം വേഗം വാ 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 വാ. എന്തോ എൻ മിഴികൾ നിൻ മുഖമേ തിരയുന്നുവോ, എന്തോ എൻ പാദം നിന്നിടം തേടി വരുന്നുവല്ലോ, ആശയോടെ ഓടി വന്ന് മൗനമായി അധരങ്ങൾ കവതിയുമായി 100 കോടി മാനുകളോടും വേഗത്തിൽ എൻ ഹൃദയം തുടിക്കുന്നല്ലോ. എടി നാക്കില് മൂക്കില് കാതില് തലയില് നിനക്കിത് അറിയില്ലേ? നിന്റെ പോക്കില് നയത്തില് നടയില് തുണിയില് മയങ്ങണതറിയില്ലേ? എടി നിൽക്കുന്നു ഞെളിയുന്നു നുറുങ്ങുന്ന എരിയുന്ന നെരുപ്പൊന്നും അറിയില്ലേ? എന്നെ മയക്കുന്നു നടക്കുന്നു വിൽക്കുന്നു വിറയലിൻ മോചനം എനിക്കില്ലേ? അടങ്ങാത്തത് കാമോ അതിനെ നീ അടക്കല്ലേ? അത് തൈര് ചോറ് ഉപ്പില്ലേ രുചിയില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ടാ ഇട്ടിരുന്നത്.
ഞാൻ ഏത് കളർ ഡ്രസ് ഇട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഇതിലും ഭേദം നീ ഉണ്ടായിരിക്കുന്ന ദേ കളിക്കാതെ പറയുന്നേ. ആർക്കറിയാം. പറയാം. പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട. നീ അന്ന് ഏത് കളർ ഹെയർ പിന്നാ കുത്തിയിരുന്നവരെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പറയട്ടെ പറയട്ടെ. വേണ്ട. എന്റെ അമ്മേ. ഏയ്, ഏയ്, ഇത് ക്രിസ്റ്റൽ ഡോളർ അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. അതെയോ? ആ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഇങ്ങനെ. ഏയ്, എന്ത് പറ്റി? അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് വരരുതെന്ന്. നീ ഇവിടെ തന്നെ നിൽക്കേ, എങ്ങോട്ട് പോരുത്. ഞാൻ അവന്റെ എല്ലാം ഒടിച്ചിട്ട് വന്നേക്കാം. ദാ. എന്താടാ ഈ കാണിക്കുന്നത്? അവിടെ കുറച്ച് ഇവിടെ കുറച്ച്, ഇതൊക്കെ വേസ്റ്റാടാ. പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാടാ. വാ എന്തിനാടാ ഉള്ളത്? അത് തുറന്ന് 4 വാക്ക് സ്നേഹമായിട്ട് പറടാ. ഏത് ഫിഗറും വീഴും. പടാ. ഏയ്, ഏയ്, നീ ഇതെവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ഏതായാലും വരാനുള്ളത് വന്നു. ആ വെള്ളത്തിലൊന്ന് കാല് നനച്ചിട്ട് പോയാലോ? പ്ലീസ് പ്ലീസ്. അല്ല, അവനെ എന്ത് ചെയ്തു? അവന് ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രേമിച്ചാ കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് സത്യം തന്നെയാ. അതുപോലെ തന്നെ എനിക്കും. ഞാൻ നിന്നെ ഓർത്തൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കട്ടെ? എന്താ പറഞ്ഞത്? കവിതയോ? അന്നൊരു നാൾ നിന്നെ കണ്ട നിമിഷം ഞാനായി മാറി നീ. എന്റെ നെഞ്ചിൽ പിറന്നൊരു മോഹം അമ്മയെ പിരിഞ്ഞ പൈതലായി നിന്നെ തേടി അലയുന്നു ഞാൻ. എന്നെന്നും കാതോർത്ത് നിൽക്കും നിൻ ഹൃദയത്തുടിപ്പുകൾ എന്നുള്ളിൽ താളമായി. എന്താടാ? എന്താ? ഒന്നുമില്ല, ചുമ്മാ. ഏയ്, നീ കവിത ചൊല്ലുമ്പം ഞാൻ നിന്റെ മടിയിൽ തല വെക്കണം, നീ എന്റെ മുടിയിൽ ഇങ്ങനെ വിരലോടിക്കണം, അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ കവിത കേട്ടോ ഇല്ലയോ? ആ, കണ്ടു. കണ്ടെന്നോ? ഇല്ല, കേട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കവിത എഴുതിയത്. ഇതിൽ ഇഷ്ടായത് ഏത് വരിയാണെന്ന് നീ ഒന്ന് പറയോ? ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആദ്യത്തെ വരി ഇഷ്ടമായ രണ്ടാമത്തെ വരി ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിന്നെ പോലുള്ള പെമ്പിള്ളേര് വാതോർന്ന് സംസാരിച്ചാലേ കവിതയാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. എന്താ? നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് തെറ്റാണോ? അത് തെറ്റാ. അതിലെന്താ തെറ്റ്? അവന്റെ ലവറെ അവൻ കിസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഒരുത്തിയെ കിസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ശരിയാ? ശരിയാണോ? അല്ലല്ല, തെറ്റാ. ശരിയാണോ തെറ്റാണോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറ. ശരിയാ. എന്നാൽ 4 പേര് കാണുന്ന പോലെ ആണെങ്കിൽ തെറ്റാ. അപ്പോ 4 ചുവരിനുള്ളിലാണെങ്കിൽ തെറ്റില്ല അല്ലേ? 4 ചുവരിനുള്ളിൽ ഇത് നടന്നാ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കോ? അതുകൊണ്ട് തെറ്റല്ല. അപ്പോ ഓക്കേ ഓക്കേ, വാ വീട്ടിൽ പോ. എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? നീയല്ലേ വന്നപ്പോ പോലെ പറയുന്നത് വീട്ടിൽ പോവാം വീട്ടിൽ പോവാം. വാ 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 വാ, വേലി മുക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവാം. വാ, എഴുന്നേറ്റ്. ഹലോ, വരാം വരാന്നേ. എന്താ? അതിലും വലിയ ജോലി എന്താ? എന്താടാ? യാ. എന്ത് പറ്റി? ആരാണെന്നറിയോ? ഹരിതയാടാ. വീട്ടിലാരുമില്ല, വരാൻ പറയുന്നടാ അവള്. പിന്നെ എന്തിനാടാ എന്റെ കവളിൽ തടവുന്നത്? നേരെ പോ, ഷോ നടക്കട്ടെ, രാത്രിയാവുമ്പോ പാർട്ടി വെക്കാം. പോ. അല്ല, എന്താ ഫോൺ ചെയ്ത് വെച്ച ഉടനെ തന്നെ എത്തി? അതെ, ഇതല്ലാതെ വേറെന്താ ജോലി? അകത്തേക്ക് വാ. വീട്ടിലാരുമില്ലേ? അച്ഛനും ഏട്ടനും റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയിരിക്കുക. ഏടത്തിയും മുത്തശ്ശിയും കുട്ടികളെയും അമ്പലത്തിൽ പോയിരിക്കുന്നു. വരും കുറച്ച് താമസിക്കും. ഓ, ആണല്ലേ?
ആ നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അത് ഇവിടെ നിന്നോണ്ട് തന്നെ കേൾക്കണോ? സോറി സോറി സോറി. അകത്തേക്ക് പോകാം. ഇരിക്ക്. അതിനു മുമ്പ് ഒരു കോഫി കുടിച്ചിട്ട് പറഞ്ഞാ പോരെ? കിച്ചണിലേക്ക് ഞങ്ങളൊന്നും വരാൻ പാടില്ലേ? വരാലോ. വെയിറ്റ് ചെയ്യേ. ഞാനത് പൊട്ടിച്ചു തരട്ടെ? വേണ്ട. അതെന്താ, പാൽ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച പൊട്ടൂല്ലേ? ഒന്ന് വെറുതെ ഇരുന്നാ മതി. എന്താ? ദേ വരുന്നു. നീ എന്തിനാ പതുങ്ങുന്നേ? ആരായാലും എന്താ? വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗ്ലോബസ് കമ്പനി ഒരു പുതിയ കുക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും 1 hour ഹീറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാം ചൂടായിട്ടാണോ ഇരിക്കുന്നത്? 1 hour ടൈം തന്നാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഉള്ളതേ 1 മണിക്കൂറാണോ? ഓക്കെ സർ. എന്തിനാ ഓടിച്ചു വിടുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഈ കുക്കറിന്റെ കാര്യമാണോ? പോ, പാല് തിളച്ചു പോയി കാണും, പോയി നോക്ക്. കുക്കറുകാരുടെ കൊല്ലുമെന്ന് ഞാൻ. ചേച്ചി പൂ വാങ്ങിച്ചോളൂ ചേച്ചി. വേണ്ട വേണ്ട. എന്താ പൂ വേണ്ടെന്ന് പറയുന്നത്? അത് മുല്ലപ്പൂ. എത്ര രൂപയ്ക്കാ സാറേ? മൊത്തം തന്നേക്ക് മോളെ, മൊത്തം തന്നേക്ക്. എന്തിനാ ഇത്രയും? ആദ്യമായിട്ട് വെക്കാൻ പോവല്ലേ? ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഏയ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നേ? എന്റെ പുറകെ വരാൻ അറച്ചു. എന്നോട് സ്നേഹിക്കുന്നെന്ന് പറയാനും അറച്ചു. ഇപ്പൊ ഇതില് മാത്രം എന്തിനാ എത്ര ധൃതി? സെക്സ് എന്ന് പറയുന്നത് ഒരു പവിത്രമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച ആ പവിത്രതയ്ക്ക് അർത്ഥമില്ലാതെ പോവില്ലേ? നമ്മുടെ പ്രണയത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും ഞാൻ എത്ര വലുതായിട്ടാണ് കാണുന്നതെന്നറിയോ? നിന്നെ കാണാൻ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നീ യെല്ലോ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് പിടിച്ച കളർ യെല്ലോ ആണ്. അന്ന് സെൽഫോണിൽ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നെന്ന് കരുതി എന്നോട് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അന്ന് 14-ാം തീയതിയായിരുന്നു, ഈവനിങ് 4 മണി. ആ സമയം എന്റെ വാച്ചിൽ അങ്ങനെ തന്നെ നിർത്തിവെച്ചിരിക്കുക. ഇന്ന് വരെ നീ എത്ര വരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം വാങ്ങുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെ അവസാനം വരെ നോക്കുന്നുള്ളത് കൊണ്ട്. എന്റെ വീട്ടിൽ എല്ലാരോടും നമ്മുടെ പ്രേമത്തെ പറ്റി പറഞ്ഞു. നിന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ നല്ലവനാണോ ചീത്തയാണെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്നിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്. സന്ദർഭം കിട്ടിയാലും തെറ്റിയാത്തവനാ നല്ലവൻ. എന്നാൽ സന്ദർഭം ഒട്ടും കിട്ടാതെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ അതിലർത്ഥമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശി, അച്ഛൻ, ഏട്ടൻ, ഏടത്തി എല്ലാവർക്കും നിന്നെ കാണണമെന്ന് പറഞ്ഞു. നാളെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കും.
നിനക്ക് ദേഷ്യം വന്നേക്കാം. എന്നാൽ ഞാനിങ്ങനെ കാണിച്ചു തോർത്ത് നാളെ നിനക്ക് തന്നെ മനസ്സിലാവും. രാവിലെ നിനക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കും. തീർച്ചയായും വരാം. എന്ത് പറ്റിയടാ? എല്ലാം വേസ്റ്റ് ആയടാ. എല്ലാം വേസ്റ്റ് ആയെന്നോ? തൊട്ടതും കരയാൻ തുടങ്ങിയ അവള്. കരയാൻ തുടങ്ങിയെന്നോ? പ്രേമം എന്ന് പറഞ്ഞാൽ പവിത്രമാണെന്ന് എന്തോന്ന് മണ്ണാങ്കട്ടാ. വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ പ്രേമം പറഞ്ഞെന്നോ അവര് സമ്മതിച്ചെന്നോ? യാതൊരു വിധത്തിലും നമുക്ക് യോജിച്ച ഫാമിലിയാണെന്ന് തോന്നുന്നില്ല. അവിടെ ചീത്ത ഫാമിലി. ഈ സമയത്ത് ഞാൻ 4-5 ടിക്ക് ചെയ്തേനെ. ഛേ, ടൈം വേസ്റ്റ് ആയാലോടാ. നിനക്ക് ടൈം വേസ്റ്റ്, എനിക്ക് വരുമാനം വേസ്റ്റ് ആയി. നാളെ രാവിലെ അവിടെ അച്ഛനെ കാണാൻ വരാൻ പറഞ്ഞിരിക്കുക. പോവാ. എന്താ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ? നമുക്ക് നോക്കാം. അമ്മേ വിശക്കുന്നമ്മേ. അതെ അമ്മേ വിശക്കുന്നമ്മേ. അങ്കിള് വന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. കുട്ടികൾ എന്തിനാ കാത്തിരുന്നേ? അവരെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്കൂ. ശരി അമ്മാവ, വരും മക്കളെ. ഹരിതേ, ഹരിതേ. ഹരിതേ, വിളിക്കുന്ന കേട്ടില്ലേ? പത്ത് മണിക്കല്ലേ വരാൻ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് 9 മണിക്കേ വന്ന് നിൽക്കുമെന്ന് കരുതി. ഇന്നലെ വരെയും കാമുകൻ, ഇന്ന് മണവാളൻ. ആ മണവാളന്റെ മിടുക്കൊന്ന് കാണിക്കണ്ടേ? പോയൊരു ഫോൺ ചെയ്ത് നോക്ക്. എന്താ ഹരിതേ, എടുക്കുന്നില്ലേ? അല്ല മോളെ, അയാൾക്ക് വേണ്ടി ഞാൻ ലീവ് ഇട്ടതെന്ന് അറിയില്ലേ? റിങ് പോയി കട്ടാകുകയാണോ അതോ എടുത്തിട്ട് കട്ടാകുകയാണോ? അത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും. കല്യാണം നിശ്ചയിക്കാൻ വിളിച്ചപ്പോ അവൻ പിൻവാങ്ങുകയെന്ന് തോന്നുന്നു. അമ്മേ ഒന്ന് ചുമ്മാതിരി. പിന്നെന്താടാ, വരുന്നുമില്ല, ഫോൺ ചെയ്താലും എടുക്കുന്നില്ല, പിന്നെന്താ ചെയ്യാ? വീട് എവിടെയാണെന്ന് പറ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതൊന്നും വേണ്ട, വന്നോളൂ. എനിക്കെന്തോ വരുന്ന കാര്യം സംശയമാണെന്നാ തോന്നുന്നേ. ഹരിതേ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെന്ന് നീ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് ദേഷ്യപ്പെട്ട്. ചെറിയ പ്രശ്നമാണെന്ന് നീ തന്നെ പറയുന്നു, അതിനിങ്ങനാണ്. റീഡയലാ ചെയ്തേ, വേണമെന്ന് വെച്ച് ഫോൺ കട്ട് ചെയ്തു. അവന്റെ അമ്മയാര്, അച്ഛനാര്, എവിടാ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നിനക്ക് അറിയോ? ഏതോ ഫ്രണ്ടിന്റെ റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിനക്ക് അതെങ്കിലും അറിയാവോ? എന്തിനാ എല്ലാരും ടെൻഷൻ ആവുന്നത്? തീർച്ചയായും വരും, എനിക്ക് വിശ്വാസമുണ്ട്. ഓ, ആ
എന്താ സ്വപ്നമാണോ സത്യമാണോ? അവള് തന്നെയാ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സത്യ എന്തിനാ ഓടുന്നേ? എടാ ഹരിത ഇങ്ങോട്ട് വരുന്നുണ്ടാ. അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചേക്കടാ. അതൊക്കെ അവൾ ഇനി മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും പറഞ്ഞേക്കെ. ഞാൻ അകത്ത് വിളിച്ചിരിക്കാവേ. ഒന്ന് പോസ് കാണിച്ചാലോ? ഹലോ, മൈക്രോസോഫ്റ്റ് കമ്പനി, ബിൽ ഗേറ്റ്സ് ഉണ്ടോ? ഞങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ഹാങ് ആയിരിക്കുന്നു, ഒന്ന് വന്ന് നോക്കാൻ പറയണം. ഇല്ലെങ്കിൽ മാറ്റി തരാൻ പറയൂ. ആ ഹലോ, പ്ലീസ് കമിൻ. വന്നേ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ, അന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു അല്ലേ? യു ആർ ഹൈഡ് ഇസ്ന്റ് ഇറ്റ്? അതെ. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാ. ഞാൻ മുമ്പ് ഫോൺ ചെയ്ത് മാർക്കറ്റിൽ വരാൻ പറഞ്ഞു, മഞ്ഞ കളർ ഷർട്ട്. അതെ, അതുപോലൊന്നും പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് സത്യാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ICICI ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുക. എന്തിനാ നിൽക്കുന്നേ? ഇരിക്കുന്നേ. വേണ്ട, സാരമില്ല. വാട്ട് കൻ വി ഡു ഫോർ യു? സത്യ ഇല്ലേ? സത്യ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വരാറേ ഇല്ല. അവന്റെ അച്ഛന്റെ ബിസിനസ് നോക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ടൂർ ചെയ്യാണ് അവൻ. ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടും എടുക്കുന്നില്ല. വളരെ ബിസിയാണെന്നാ തോന്നുന്നേ. സത്യ വന്നാലൊന്ന് ഫോൺ ചെയ്യാൻ പറയൂ. വന്നാ തീർച്ചയായിട്ടും പറയാം. ശരി, വരട്ടെ. ഓക്കെ, ബൈ. See you, sister. Come to Savannah sometime. We will have dinner, okay? കട്ട് ചെയ്യാൻ പറഞ്ഞതിന് എന്തൊക്കെയാ പറയുന്നത്? ഏയ്, കട്ട് ചെയ്യാൻ എന്താടാ ഓട്ടോമീറ്റർ ആണോ ഇത്? ഞങ്ങൾ ആർട്ടിഫിഷ്യൽ വിളക്കാണെന്ന് വിചാരിച്ചത്. ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് പൂജക്ക് ഉപയോഗിക്കുന്ന കുത്തുവിളക്കാണെന്ന്. ഞങ്ങൾക്ക് ഫീലിംഗ് ആയടാ. പാവടാ അവള്. ചേട്ടാ, ഞാനെന്തോ കുറ്റം ചെയ്ത പോലാണല്ലോ പറയുന്നത്. സെറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല, കട്ട് ചെയ്യാൻ നോക്കുന്നു. മനസ്സിലാക്കി പോകേണ്ടതിന് വരെ എന്റെ പുറകെ വന്ന് ഞാനെന്ത് ചെയ്യാനാ? പാവ, അതിന്റെ സമയം ശരിയില്ല. നീ ചെയ്യുന്നൊക്കെ ശരി തന്നെ. ചേച്ചി ആരെങ്ങനെ വന്ന ചേച്ചി? സത്യ കണ്ടോ ചേച്ചി? ഇല്ല, ആളവിടെ ഇല്ല. ഇല്ലെന്നാ? അങ്ങേർക്കും ചേർത്ത് ഈ ചായ കൊണ്ടുവന്നേ. വാ ചേച്ചി. വാ ചേച്ചി, ചെറിയ പിള്ളേരെ പോലെ. സത്യേട്ടാ അകത്തുണ്ട്, ഞാൻ കാണിക്കാം. വാ ചേച്ചി. ഏട്ടാ ഏട്ടാ ഏട്ടാ. അല്ല സത്യേ, നീ എപ്പോഴാ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നേ? ഇപ്പോഴാ ഇവര് നിന്നെ അന്വേഷിച്ചിട്ട് പോയത്. വീണ്ടും വന്നിരിക്കുകയാണ്. നീ ബാക്ക് എൻഡസിൽ കൂടെ വന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കോ. ഞങ്ങൾ വേൾഡ് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. പക്രിമാരി എന്നിട്ട് നീ കൈയും പിടിച്ചോണ്ട് വരിക. ഏട്ടാ ഏട്ടാ റൂമിലില്ലെന്ന് അവര് ചേച്ചിയോട് കള്ളം പറഞ്ഞു. ഏട്ടാ, ഞാൻ സത്യം പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു നിമിഷം, ചെറുക്കന് പഴയ ബാക്കി കുറച്ച് കൊടുക്കാനുണ്ട്. അകത്ത് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് വന്നേക്കാം. അതവിടെ വെച്ചിട്ടെങ്കിൽ വാടാ. ഒരുപാട് ദിവസത്തിന്റെ ബാക്കിയാ, ഞാൻ വാങ്ങിച്ചു തരാം. ആടാ മോനെ, ഇന്ന് നിനക്ക് ബാക്കിയെല്ലാം ചേർത്ത് തരാടാ. ഏട്ടാ തായേട്ടാ. നിന്നോട് ആരാടാ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്? എല്ലാ ഭാഗ്യം തന്നു. ചേട്ടൻ റൂമിൽ ഇല്ല. ഇവിടെ ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ. ഇനിയും നിന്റെ ദേഷ്യം തീർന്നില്ലേ? എന്തിനിങ്ങനെ കാണിക്കുന്നേ? ഹരിത, നീ വിചാരിക്കുന്ന പോലെ ഞാൻ നല്ലവനല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെ, മിനിഞ്ഞാന്ന് കണ്ട് ഇന്നലെ പരസ്പരം ലവ് ലെറ്റർ കൈമാറി ഇന്നോട്ട് പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ? നിന്നെ പറ്റി എനിക്കറിയില്ലേ? മിണ്ടത് വാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിശ്വസിക്ക്. ഞാനൊരു പെണ്ണുപിടിയനാ. പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരുത്തനെ നല്ലവനാക്കി കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു പെണ്ണുപിടിയൻ, ഞാനത് വിശ്വസിക്കുന്നു. എന്തിനാ എന്റെ പിറകെ വരുന്നെന്ന് എന്നോട് ദേഷ്യപ്പെട്ടവനാ നീ. നിന്റെ പ്രേമം പോലും എന്നോട് പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ട് നിന്റെ ഫ്രണ്ടിനോട് പറയാണെന്ന് കരുതി എന്നോട് പറഞ്ഞവനാണ് നീ. അന്ന് നീ എന്നെ തൊട്ടപ്പോ ഞാൻ എതിർപ്പ് കാണിച്ചിട്ട് നീ അഭിനന്ദിക്കുന്നു കരുതി. എന്നാൽ നിന്നോടുള്ള വിശ്വാസക്കുറവുണ്ടാ ഞാൻ അങ്ങനെ ചെയ്തെന്നാണ് നീ വിശ്വസിക്കുന്നത്. നിനക്ക് എന്നെയല്ലേ വേണ്ടത്? എടുത്തോളൂ. പറഞ്ഞ വിശ്വസിക്കില്ലേ? നീ പോ. നീ വരാതെ ഞാൻ ഇവിടെ നനങ്ങില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത്? ശരി, നീ ചീത്തയാ പെണ്ണുപിടിയനാ, എനിക്കറിയാം. വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തേക്ക. പോവാം, വാ. വാ. സത്യേ, എന്താടാ ഇപ്പൊ ചെയ്യുന്നത്? പോകുന്ന വഴിയിലെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിട്ടിട്ട് നീ അവിടുന്ന് ഒട്ടനെ എസ്കേപ്പ് ആയിക്കോ. അയ്യോ, ഞാൻ അറിയാതൊരു ഐഡിയ കൊടുത്തല്ലോ. ഇവിടെ മലയാളത്തിൽ ഹിന്ദിയിൽ ഒരുത്തി എന്നെ വരട്ടാറുണ്ടല്ലോ. അവളെവിടെ? ഓ, അവള് എസ്കേപ്പ് ആയോ? തൊലഞ്ഞു വരാ. ഇവിടുണ്ട്.
നീ ഓരോ ദിവസവും കാണിക്കുന്ന കൂത്തിന് പലിശ സഹിതം വാങ്ങിക്കും. നോക്കോ. വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലത്കാം മത് കർ. കലക്കാം മത് കർ. അയ്യോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. വേറെ തൊഴിൽ അന്വേഷിക്കാം. ഉള്ളിലേക്ക് വാ. പറയുന്ന കേക്ക്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാനാ വന്നത്. വന്നു, ഡ്രോപ്പ് ചെയ്തു. എനിക്ക് പോണം. ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? ഇതാ നോക്ക് കരുതാ, ഞാൻ നിന്നോട്. അങ്കിൾ, അമ്മേ, അങ്കിൾ വന്നു. വേഗം വാ. വരൂ. വരൂ വരൂ. എന്താടി ഇത്? മുന്നറിയിപ്പില്ലാതെ വിളിച്ചോണ്ട് വന്നത്? ഒരേർപ്പാടും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അതൊന്നും വേണ്ട. അകത്തേക്ക് വരൂ. ഇതെന്റെ ഏടത്തിയ. ആ. ഹലോ. 2 കുട്ടികളാ, നിമ്മി ആദിത്യ. ഹായ് അങ്കിൾ. വരൂ, അകത്തേക്ക് വാ. വാ മോനെ. വാ മോനെ, ഇത് മോന്റെ വീടാന്ന് കരുതിയാ മതി. അകത്ത് വാ. അങ്ങോട്ട് ഇരിക്കും മോനെ. നിങ്ങളൊക്കെ നിൽക്കുമ്പം ഞാൻ ആദ്യം മോൻ ഇരിക്ക്. ഇന്നലെ മോൻ വരാതിരുന്ന ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒരച്ചടക്കമുള്ള പയ്യനെയാ എന്റെ കൊച്ചുമോള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മാവനും അദ്ദേഹം ജോലിക്ക് പോയിരിക്കാം. ഫോൺ ചെയ്ത് ഉടനെ വരാൻ പറയാം. അയ്യോ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പിന്നെ മതി. അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അവർ പതുക്കെ വരട്ടെ. ഇക്കാലത്ത് ഇത്ര ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവളുടെ അച്ഛൻ കണ്ട നാളെ തന്നെ കല്യാണ തീയതി കുറിക്കും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തെന്നും ഓവർ സ്പീഡിലാ പോന്നെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും. ദേഷ്യം ഇത്തിരി കൂടുതലാന്ന്. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ആ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞെന്ന്? ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എവിടെയാ ജോലി ചെയ്യുന്നത്? മോന് മാസ വരുമാനം എന്തുണ്ട്? മോന്റെ അച്ഛനും അമ്മയും ആരൊക്കെയാ? എന്താ അങ്കിൾ എന്നെ പോലെ അമ്മയമ്മേന്ന് വിളിച്ചു കരയുന്നത്? എനിക്ക് കുഞ്ഞുനാള് തൊട്ടേ അമ്മയില്ല. അതോർക്കുമ്പോഴാ എനിക്ക്. എന്താ മുത്തശ്ശി, എന്തിനങ്ങനെ ചോദിച്ചേ? കരയാതെ കുഞ്ഞെ. ഇവക്കും അമ്മയില്ല. ഇവള് ജനിച്ചതും അവള് മരിച്ചു. അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്നതാ. ഇവളെ നല്ല ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. ആ ഈശ്വരൻ എന്നെ കൈവിട്ടില്ല കുഞ്ഞെ. ഒരു നിമിഷം കുഞ്ഞെ. എത്ര വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വന്നെന്നറിയോ? ഒരു കണ്ടീഷനും വെക്കാതെ. എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വരണമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. മോനെ, ഇവളുടെ അമ്മ മരിക്കുമ്പോ ഇവക്ക് വേണ്ടി വാങ്ങി വെച്ച സ്വർണ്ണ. നീ താലി ഉണ്ടാക്കുമ്പോ ഇതും കൂടി ചേർത്തുണ്ടാക്കണം. ഇതാ വാങ്ങിക്ക്. ഞാൻ എൻ്റെ അച്ഛനോട് വന്ന് സംസാരിക്കാൻ പറയാം. താജ്മഹാൽ ഒരു പ്രണയ കഥ, ഷാജഹാൻ തീർത്ത കുടീരം, അതിനുമേൽ നമ്മുടെ സ്നേഹമായി ദേശമെല്ലാം വാഴ്ത്തുമെന്നുമേ. പിരിയുകില്ല നാം ഇനിയൊരിക്കലും. ദൈവങ്ങൾ പോലെ നമ്മൾ മരണമില്ലാത്തൊരു ജീവിതമായി പിരിയുകില്ല നാം. അധരമെല്ലാം നിന്റെ പേരാ.
പോലെ ഒരു മുഖം കണ്ടിട്ടില്ല ഒരിക്കലും. ഈ മുഖം പാലില തിടങ്ങിടും മുഴുനില. നീ മാത്രമില്ല എങ്കിൽ നിൽക്കാതെന്റെ ശ്വാസം. ഞാനും നിന്നെ പോലല്ലേ എൻ ജീവൻ നീയല്ലേ. കല്യാണമേളം കേൾക്കാൻ ഇന്നാശ കാതോരം ചൊല്ലു നീ തോഴി. നീയാണ് സന്ധ്യ മയങ്ങും വീഴാപ്പിനെ നിന്നിഷ്ടം പോലെ. താജ്മഹാൽ ഒരു പ്രണയ കഥ, ഷാജഹാൻ തീർത്ത കുടീരം. ഓ തല മുതൽ കാൽ വരെ തഴുകിടാനൊരു മോഹം. പറക്കുമോ തീപ്പൊരി പതിയുമോ നഖപ്പൊരി. ഇമേനിനംഗങ്ങളിൽ കൊഞ്ചി മെല്ലെ കിള്ള. രോമാഞ്ചത്താലെ ഞാനും പുള്ളിമാനായി കൊള്ളാം. വാൻമഴ നീരും വാടിയ വേരും ഒന്നിച്ചു കൂടും നേരം. ഓഹോ താജ്മഹാൽ ഒരു പ്രണയ കഥ, ഷാജഹാൻ തീർത്ത കുടീരം. അതിനുമേൽ നമ്മുടെ സ്നേഹമായി ദേശമെല്ലാം വാഴ്ത്തുമെന്നുമേ. പിരിയുകില്ല നാം ഇനിയൊരിക്കലും. അല്ല, നിങ്ങളുടെ ഭർത്താവ് കുടിയൊക്കെ നിർത്തി മര്യാദക്കാരനായോ? ശരി. നേഴ്സ്, മിസ്റ്റർ അരവിന്ദൻ എവിടെ ഉള്ളത്? ആ കൗണ്ടറിലുണ്ട്. ആ, താങ്ക്സ്. മിസ്റ്റർ അരവിന്ദൻ, അതെ, ഞാൻ തന്നെ. നിങ്ങള്? സാറിന്റെ പേര് സത്യെന്നാ. നിങ്ങളുടെ മകൾ എന്നെ പ്രേമിക്കുന്നു. തെറ്റായിട്ട് വിചാരിക്കില്ല മോനെ. എനിക്ക് വെറ്റയും വാക്കും മുറുക്കുന്നാണ് ഒരു ചീത്ത സ്വഭാവം. അതൊന്നും ആദ്യം നിർത്തണം. മുറുക്കുന്നത് ചീത്ത സ്വഭാവമാ? അല്ല, കുഞ്ഞെന്താ പറയാമെന്നേ? സാർ, നിങ്ങളുടെ മോള് വളരെ നല്ല കുട്ടിയാ. എന്നാൽ ഞാൻ ചീത്തയാ, വളരെ വൃത്തികെട്ടവനാ. ഇത് നിങ്ങളുടെ മോളോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പ്ലീസ്. ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോ. അയ്യോ, ഞാൻ എന്റെ കാര്യം പറയാൻ വന്നതല്ല, നിങ്ങളുടെ മകളുടെ ഭാവിയെ കുറിച്ച് പറയാനാ വന്നത്. ദേവി ഇതൊന്ന് മനസ്സിലാക്കുക പ്ലീസ്. കൂടുതലൊന്നും പറയരുത്. ആദ്യം നീ പുറത്തു പോ. ഹലോ, നിങ്ങളുടെ മോള് വളരെ നല്ല പെണ്ണാ. അവക്കൊരു നല്ല ചെറുക്കനെ നിങ്ങൾ നോക്ക്, ഞാനും നോക്കാം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവിടെ കല്യാണം നടത്താം. മനസ്സിലായോ? എല്ലാം എനിക്കറിയാം. പുറത്തു പോകാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ഏറ്റുമല്ലേ? വളരെ സന്തോഷം. ആ, ഒരു വിധത്തിൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി. വെറും ക്ലാസ്സിൽ ചിയേഴ്സ് പറയാതെ എന്റെ ക്ലാസ്സിലും കുറച്ച് ഒഴിച്ചതാടാ. ഐഡിയ തരുന്നില്ലല്ലോടാ. ഐഡിയ തന്ന ഇവിടെ ഒരു കറമ്പി എന്നെ ഭീഷണിപ്പെടുത്തുകയല്ലേ. അപ്പൊ നിനക്ക് വെള്ളമില്ല. എന്താടാ ഇത്? ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിന് വെള്ളം കൊടുക്കാത്ത പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ. ഇത് നോക്കേ, ഇവന്റെ ക്ലാസ്സിൽ ആവശ്യത്തിലധികം ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒഴിക്കാം. ആ, സത്യയുടെ ക്ലാസ് കണ്ടോ? അവനെ അനുവദിച്ചിട്ടുള്ള അളവിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ച് എടുക്കുന്നു. ഇവന് പറഞ്ഞിട്ടുള്ളത് 23 TMC. ഇവൻ എന്തിനാ 40 TMC വെച്ചേക്കുന്നേ? അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ചെടുക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളെല്ലാം കുറേശ്ശെ എനിക്ക് തന്നപ്പോഴേ എന്റെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. നമ്മക്കേ ഇത് അറിയുമ്പോ അവർക്ക് എന്താണ് അത് മനസ്സിലാവാത്തത്? കമോൺ, ചിയേഴ്സ്. ചേട്ടാ, ചേട്ടൻ അന്വേഷിച്ച് ആരോ വന്നിരിക്കുന്നു. ആരാടാ? അറിയില്ല. ഈടെയായിട്ട് ഈ റൂമിൽ കുറെ
ചീത്ത പേരെല്ലാം വരുന്നുണ്ട്. എന്താടാ? നിങ്ങൾ അന്വേഷിച്ച് ഒരാണ വന്നിരിക്കുന്നത്. ആണുങ്ങൾ ആണോ? സംതിങ് റോങ്. എന്താന്ന് പോയി നോക്ക്. ഞാൻ ഇതൊരു വിഷയ. കണ്ടിന്യൂ, ഞാനിപ്പോ വരാം. കണ്ടിന്യൂ ചെയ്യാം. ഏത്തക്ക ചിപ്സ് എടുത്ത് കാടാ. എന്താ സാർ റൂമിൽ അന്വേഷിച്ച് വന്ന് ബഹളം ഉണ്ടാക്കാനാ? നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചീത്തയാ. നിങ്ങളുടെ പെണ്ണ് വേറെ നല്ല പയ്യനെ അന്വേഷിച്ച് കല്യാണം കഴിപ്പിക്കാൻ. മോനെ, ഈ കാലത്ത് നല്ലവരെ പോലെ 40 പവൻ സ്വർണവും മാരുതി കാറും 2 ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങിയിട്ട് അടുത്ത 6 മാസത്തിൽ ഭാര്യയെ തല്ലി പറഞ്ഞയക്കുന്നു. എന്നാ നിങ്ങള് സ്വയം ചീത്തയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അന്വേഷിച്ചു വന്ന് അത് പറഞ്ഞില്ലേ? ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നിങ്ങളെക്കാൾ നല്ലൊരു വരനെ എന്റെ മോൾക്ക് കിട്ടില്ല. 4 പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഞാൻ പുറത്തു പോകാൻ പറഞ്ഞു. അന്വേഷിച്ചു വന്ന് ചീത്തയാണെന്ന് പറയാൻ ഒരു നല്ല മനസ്സ് വേണം. അത് മാത്രമല്ല, നിങ്ങളുടെ മോൾക്കൊരു നല്ല വരനെ തേടുമെന്ന് ഇപ്പോഴും പറയുന്നില്ലേ? അത് നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹമാണ്. അവള് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അവളെ സ്വീകരിച്ചാലേ അവള് നന്നായിരിക്കും മോനെ. നിങ്ങൾക്കും അവൾക്കും എന്തോ പ്രശ്നമുണ്ടെന്നറിഞ്ഞു. അതൊന്നും മോൻ മനസ്സിൽ വയ്ക്കാതെ അവളെ സ്വീകരിക്കണം മോനെ. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന് എനിക്ക് മാപ്പ് തരണം. ഞാൻ വരട്ടെ മോനെ. ആ സൈഡിൽ ഇരിക്കുന്ന ബ്ലൂ സാരി നോക്കടാ. കണ്ടു ഇപ്പൊ അതിനെന്താ? അവൾ എന്നെ നോക്കി നാക്ക് കാണിക്കുന്നടാ. ഛേ, അവളെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടടാ. വല്ല ശ്ലോകം വായിച്ചോണ്ടിരിക്കായിരിക്കും. കോട്ടുവാ ഇടാൻ വാ തുറന്ന് കാണും. നീ നാക്ക് കണ്ടിരിക്കും. ഒന്ന് ചുമ്മാരി. ഇല്ലടാ, അവിടെ നാക്ക് ഔട്ട് ആയിരുന്നടാ. അവളുടെ പുറകെ അളിഞ്ഞ് നീ നോക്കൗട്ട് ആവായിരുന്നാ മതി. ഞാൻ പറഞ്ഞേക്കാം. വീണ്ടും എന്നെ നോക്കി സിഗ്നൽ കാണിക്കുന്നടാ. എടാ സത്യ, നീ സിഗ്നൽ നോക്കടാ. എന്തിനാ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നേ? നിനക്ക് ഉള്ള തലവേദന പോരെ? എല്ലാരും കണ്ട് ചിരിച്ചതല്ലേ ഉള്ളൂ. ആരെങ്കിലും ഹെൽപ്പിന് വന്നോ? ഇപ്പൊ എന്തിനാ പുതിയ പ്രശ്നം നിനക്ക്? ഇത് വിട്ട എന്റെ സർവീസിനെ അവമാനം വേണ്ട. എന്റെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെയാണ്. ആര് വിളിച്ചാലും കൂടെ പോയി പോവും. അതിന് അയ്യോ വണ്ടി വണ്ടി വണ്ടി. നീ പൊയ്ക്കോടാ, ഞാനൊരു ഡാ, ടൈം എനിക്ക് നോക്കിട്ട് ടിഫിൻ വാങ്ങി തരാന്ന് പറഞ്ഞിട്ട്. ഫുൾ മീൽസ് റെഡി ആയിരിക്കടാ. വേണ്ടാന്ന് മാത്രം പറയല്ലേ. സാർ എക്സ്ക്യൂസ് മീ. യെസ് സർ. സാർ, ഇവിടെ എവിടെയോ പഴയ ബൈക്ക് വാങ്ങുന്ന കടയുണ്ടെന്ന് കേട്ടല്ലോ. സോറി സർ, എനിക്കറിയില്ല. എന്തിനാ അല്ല ചോദിക്കുന്നത്? സാർ, എന്റെ ബൈക്ക് ഒരു 2000 രൂപയ്ക്ക് വിൽക്കാമെന്ന് വിചാരിക്കാം. എന്ത് 2000 രൂപയ്ക്കോ? നിങ്ങൾക്കത് കൂടുതലാണെന്ന് തോന്നിയാ ഹെൽമെറ്റും ചേർന്ന് തന്നേക്കാം സാർ. ബ്രദർ, നിങ്ങൾ തിരക്കടല്ലേ, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അതെയോ? അതെ. താങ്ക് യു സാർ. ലക്ഷ്മി, പോകുന്നിടത്ത് അനുസരണയോടെ ഇരിക്കണം. ഓക്കെ ബ്രദർ, ഈ RC ബുക്ക്, ഇൻഷുറൻസ്, ഇതൊക്കെ അതെല്ലാം ബൈക്കിന്റെ ഓണറോട് വാങ്ങിച്ചു. എന്ത് ഓണർ എടുത്തോ? മാഡം എക്സ്ക്യൂസ് മീ, ഒന്ന് തള്ളി നിൽക്കണേ. ഓ, തല കറങ്ങുന്നല്ലോ. ആരുടെ അവൻ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഒന്ന് മാറണേ. മാറും മാറും. എന്താണോ? എന്താ? ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു. വണ്ടി ഒന്ന് നിർത്തി നോക്കിയേ. എങ്ങനെയാണോ? ടയർ പഞ്ചറാണെങ്കിൽ വണ്ടി എങ്ങനെയാണ് ഓടുന്നത്? എവിടെ നിന്ന് വന്നോ? ഹായ് സത്യേ. ഹായ് ടീന. ദൈവം രക്ഷിച്ചു. കം ഓൺ ഗെറ്റ് ഇൻ. വേഗം വണ്ടി എടുക്ക. പോ 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 പോ. പോകാം. എന്റെ അമ്മേ. അല്ല, ബസ്സിന്റെ അകത്ത് നിന്റെ വിലത്തരം തുടങ്ങിയോ? അത്രക്ക് ചീപ്പായി പോയല്ലേ? വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് അല്ലേ. കാറാ സൈഡിലോട്ട് നിർത്ത്. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സൈഡിലോട്ട് നിർത്ത്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പഴയതുപോലെയാ? അതല്ല, ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ പോയി ആവശ്യമില്ലാതെ കുടുങ്ങി. എന്താ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. കല്യാണം കഴിക്കാൻ പറയുന്നു. കല്യാണോ? നിന്നെയോ? എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണെങ്കിൽ എന്നെ പോലെയുള്ള ആണുങ്ങൾക്ക് ക്ഷാമവേ ഉണ്ടാവില്ല. ഇവളേതോ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹീറോയിന്റെ കണക്ക് കണ്ണീരൊഴുക്കുക. നീ വേണം എന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടാനായിട്ട്. നിന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ.
കാര്യം കഴിഞ്ഞ ഉടനെ ഞാനത് എറേസ് ചെയ്ത് കളഞ്ഞു. ഇനി ഒന്ന് പറഞ്ഞേ. 9840046246. ആ ആ അവളോട് റെസ്റ്റോറൻറ്റിൽ വരാൻ പറയാം. നീയും വാ, എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ തീർച്ചയായും വരാം. നിനക്ക് വേണ്ടിയല്ല, ആ പെണ്ണിന് വേണ്ടി. ആർക്ക് വേണ്ടി ആയാലും ഒന്ന് കട്ട് ചെയ്ത് തന്നാ മതി അമ്മേ. ഹായ് ഹരിതേ. ഹായ്. കണ്ടിട്ട് എത്ര നാളായി? എന്തുണ്ട് വിശേഷം? ഞങ്ങൾ ഉള്ളിൽ പോയി ടോയ്സ് നോക്കാം. വാ നിമ്മി. കല്യാണം കഴിഞ്ഞോ? വീട്ടിലുള്ളവര് പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ കണ്ടു. പ്രേമാണോ? സൂക്ഷിച്ച്, ഇക്കാലത്തെ ചെക്കന്മാര് വായിക്കൂടെ കയറി കാതിക്കൂടെ പുറത്തിറങ്ങുന്നവരാ. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, എന്നെ കറക്റ്റ് ചെയ്തിട്ട് തഴഞ്ഞു കളഞ്ഞില്ലേ സ്പൈഡർമാൻ. അവനെ കണ്ടു. മറ്റൊരു പെണ്ണിനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയെന്ന്, പക്ഷെ ശരിയായില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വിടാൻ എന്റെ ഹെൽപ്പ് ചോദിക്കുന്നു. നിന്നെ പോലെ ഉള്ളവരില്ലേ നിനക്കറിയൂ. നിന്നോട് സംസാരിച്ച് എന്നെ തെറ്റായി പോയി. കുടുകൂട്ടാൻ പുലി കൊടുത്ത് ഇതല്ലേ നമ്മുടെ വീട്. കുടിയേറ് കുതിച്ചാട് ഇനിയായി നിന്റെ പാട്. നീയാണ് എനിക്കിന്ന് കണി വിറുന്ന്, സമ്മതിച്ച ദിനം തോറും തേൻ വിറുന്ന്. ഇതാണ് തിളയ്ക്കുന്ന കനല്ല, ഉടനെ അണയ്ക്കാനും മാധ്യമാണ്. ഞാനൊരു മധുരിക്കും കരിമ്പല്ലേ, ഇതിന്റെ ചാരെടുക്കാം പിഴിഞ്ഞാല്. കുടുകൂട്ടാൻ പുലി കൊടുത്ത് ഇതല്ലേ നമ്മുടെ വീട്. കുടിയേറ് കുതിച്ചാട് ഇനിയായി നിന്റെ പാട്. Strip it up, come on. Fix it down, come on. Let me make it move. Let me make it move. Wanna make it so better than that tonight. And the Ghana is making me hot tonight. Wanna them, wanna that. We can take it and hit it and get it on. Yeah, that's what I say. Oh my God. എരിവുള്ള ചാപ്പാട് ഉണ്ടല്ലോ ചൂടോട്, ഇലയിട്ട് ഓണം പോലെ ഉണ്ണാം നമുക്കൊന്നായി. ഇതാണ് ഭൂലോകം, ഇതാണ് മേലോകം. നിന്നെ ഞാൻ കൂട്ടി പോയി കൂടി കൊഞ്ചി കാട്ടട്ടെ. നേരം വെളുത്തല്ലോ രാവാക്കി നീ മാറ്റ്, വാതിൽ കഥവെല്ലാം മെല്ലെ ചെന്ന് നീ പോട്ട്. തൊടാതെ നീ പോയാല് പിടയ്ക്കും പച്ചക്കിളി. ഇത് നീ തരാതെ എങ്ങോട്ടാ ഒളിക്കുന്നേ, വെറുതെ കളിപ്പിക്കാതെ. പായുന്ന പൂച്ചയല്ലേ ഇങ്ങനെ പതുങ്ങുന്നേ, ആ വേല ഇറക്കല്ലേ. അർദ്ധരാത്രി ഉറക്കം പോയല്ലോ, അർദ്ധരാത്രി ഉറക്കം പോയല്ലോ. എപ്പോഴും ഈ വേല വളരെ ശുദ്ധമാണ്, ശമ്പളം വാങ്ങിച്ചിട്ട് ചുമ്മാ നിന്നാ ശരിയല്ല. ജിമ്മല്ലേ മോനെ നീ, ജിമ്മിൽ നീ പോകുന്നോ? ഈ ബോഡി വെച്ചും കൊണ്ട് വീണാക്കല്ലേ തെറ്റാണ്. ഒന്നിങ്ങ് വന്നാട്ടെ കൂടെ വന്നിരുന്നാട്ടെ, അമൃത് വേണോ ഈ പാലാഴി നീ കടഞ്ഞാട്ടെ. പാലാഴിയിൽ കളയാതെ സമയം കളയുന്നു, എനിക്ക് ചൂടായി താനെ തിളയ്ക്കുന്നു. നെരുപ്പ് അണച്ചോട്ട, ദേഹം മുഴുവനും പോരാട്ടം നടക്കുന്നു. നീ വന്ന് അടക്കിട. കുടുകൂട്ടാൻ പുലി കൊടുത്ത് ഇതല്ലേ നമ്മുടെ വീട്. കുടിയേറ് കുതിച്ചാട് ഇനിയായി നിന്റെ പാട്. നീയാണ് എനിക്കിന്ന് കണി വിറുന്ന്, സമ്മതിച്ച ദിനം തോറും തേൻ വിറുന്ന്. അർദ്ധരാത്രി ഉറക്കം പോയല്ലോ, അർദ്ധരാത്രി ഉറക്കം പോയല്ലോ.
ആ, വേഗാട്ടെ. സത്യ ആ, കേറ്. പോലീസ് വരുന്നടാ. ആ സൈഡിലോട്ട്. അത് പിന്നെ നിങ്ങളാരാ? സർ ഞങ്ങൾ രണ്ടുപേരും അടുത്ത് തന്നെ വിവാഹം കഴിക്കാൻ പോവാ. ഫ്രണ്ട്സ് ആണ് ട്രീറ്റ് എന്നും പറഞ്ഞ് വിളിപ്പിച്ചത്. അതെ സർ, ഇവനാ ഞങ്ങൾ എല്ലാവരും വിളിപ്പിച്ചത്. സർ എന്നെ വിളിച്ചതുപോലെ ആയിരിക്കും അങ്ങേരെയും വിളിച്ചത്. എനിക്ക് അദ്ദേഹത്തെ പറ്റി നല്ലപോലെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോവില്ല. എന്നെ വിശ്വസിക്കണം സർ. പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്താൽ എന്റെ മാരേജ് ഡിസ്റ്റർബ് ആവും. ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ്. ഇനി ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ചേരരുതെന്ന് പറയണം. എല്ലാരും പോണം. നീ നിക്കടാ. താങ്ക്സ് മാഡം. മാഡം എന്നെയും വിട്ടേക്ക് മാഡം. നിങ്ങളെ കണ്ട മരിച്ചുപോയ എന്റെ ആന്റിയെ പോലെയുണ്ട്. അതെയോ? അതെ, ചത്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു മോന്ത. എടാ. പെട്ടെന്ന് ക്ലൈമറ്റ് കൂളായി അല്ലേ? മഴ വരുമെന്ന് തോന്നുന്നു. വരുമെന്നാ തോന്നുന്നു. ദേ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ലാസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയതാ, ഞാൻ സെലക്ട് ചെയ്തതാ. ആ നന്നായിട്ടുണ്ട്. ഈ ലെഫ്റ്റിൽ പോ. ഈ ലെഫ്റ്റ് ആണ്. ദേ ഇവിടെ ഇതാണ്. റെസ്റ്റോറന്റിലേക്ക് പോവാം വാ. കഴിഞ്ഞ മാസം 10 സ്ഥലത്ത് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. ഒരിടത്തുനിന്ന് ഇന്റർവ്യൂവിന് വന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നെങ്കിൽ ഇതിനുള്ളിൽ അബ്രോഡ് പോയി സെറ്റിൽ ആയനെ. അതും ഒരു രീതിയിൽ നല്ലത് തന്നെയാ. അബ്രോഡ് പോയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടില്ലായിരുന്നു. എന്താ നടന്നെന്ന് ചോദിക്കുന്നില്ലേ? എന്തിനു ചോദിക്കണം? ഓർഡർ പ്ലീസ്. ഒരു കിങ് ഫിഷർ ബിയർ. ഓക്കെ മാഡം. നിനക്ക് വേണ്ടിയാ. പണ്ടൊക്കെ ടെൻഷനായി വെള്ളം അടിക്കായിരുന്നു. ഇപ്പോഴൊക്കെ ബിയറല്ലേ അടിക്കുക. കിങ് ഫിഷർ മതിയോ അതോ 5000ഓ? എനിക്കും ബ്രാൻഡിന്റെ പേരൊക്കെ അറിയാം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ പെണ്ണ് പോലീസ് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലേ? ഞാനെന്തിനു ചോദിക്കണം? നിന്നെ പറ്റി സംശയം ഉണ്ടെങ്കിലല്ലേ ചോദിക്കണ്ടു. എന്റെ സത്യപ്പറ്റി എനിക്കൊരു സംശയമില്ല. നീ അവിടെ പോയതിന് എത്രയോ കാരണം കാണും. പാർട്ടിക്ക് എന്നെ വിളിച്ച പോലെ നിന്നെ നിന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചിരിക്കും. ഞാൻ അവിടെ വന്നതുകൊണ്ട് നീയും അവിടെ വന്നിരിക്കാം. ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. നീ എന്തിനാ ആവശ്യമില്ലാതെ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അവിടെ ഒരു പെണ്ണുണ്ടെന്നറിയാതെ നീ പോയി കാണും. അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതി അഡ്വൈസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ പോയി കാണും. തീർച്ചയായും ഒരു നാണം കെട്ട പ്രവൃത്തിക്ക് നീ അവിടെ പോയി കാണില്ല. പുരുഷന്മാർ വേണമെങ്കിൽ ഭാര്യമാരെ വഞ്ചിക്കാം. എന്നാൽ ഒരു കാമുകനും കാമുകിയെ വഞ്ചിക്കാറില്ല. അറിയാതെ തൊട്ടതിന് തെറ്റ് ചെയ്തെന്ന് സങ്കടപ്പെട്ട് നീ അറിഞ്ഞോണ്ട് തെറ്റിയില്ല. ആരംഭത്തിൽ സംശയിക്കാൻ തുടങ്ങിയ അവസാനം വരെ നമ്മൾ എങ്ങനെ സമാധാനത്തിൽ കഴിയും? ഈ കാര്യം ഇതോടെ വിട്ടേക്കണം. സോറി മാഡം, സോറി. അല്ല സാരമില്ല, ഏയ്, സാരമില്ലെന്ന് പറഞ്ഞില്ലേ? സാരമില്ല. സോറി. ഓക്കേ. ഓക്കേ. അന്ന് അവളെ ആരോ തൊട്ടതിന് അവനെ വിളിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യടാന്ന് പറഞ്ഞില്ലേ? എന്തിനാ നീ ഇത്രയും പേരെ ഇങ്ങനെയിട്ട് അടിച്ചത്? അറിയില്ലടാ. അപ്പോഴൊന്നും ഹരിതയോട് നിനക്ക് പ്രേമമില്ലായിരുന്നു. എന്നാലിപ്പോൾ നീ അറിയാതെ തന്നെ അവളോടൊരു പ്രേമം ഉണ്ടായി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേമം എന്താണെന്ന് അറിയുന്ന യഥാർത്ഥ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ല. അതറിയാവുന്ന ഒരു പെണ്ണിനെ കണ്ടതും നീ തന്നെ നിന്നെ മാറ്റിയെടുത്തു. ആശാനെ ഉപദേശിക്കാൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ ആശാനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. താഴെ വീണ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കരയില്ല. അതേ കുഞ്ഞിനെ എന്താ മോനെ എന്നും പറഞ്ഞ് തോളിലെടുത്ത് വെച്ച് കൊഞ്ചിക്കാൻ തുടങ്ങിയാൽ അത് കരയാൻ തുടങ്ങും.
സ്നേഹം എന്താണെന്ന് അറിയാത്ത നിന്നെ അവള് സ്നേഹിച്ചു. അങ്ങനെ നീ അവളുടെ തോളി ചാഞ്ഞു. നിന്നെ നീ തന്നെ വഞ്ചിക്കരുത്. എനിക്കത്രേ ഉള്ളൂ പറയാം. ആശ ഹരിയെ പോയി കണ്ടോ? എന്താ അവള് പറഞ്ഞത്? എന്താ ആശാനെ വല്ലാതിരിക്കുന്നേ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ആശാൻ അച്ഛനെ കാണണം പറഞ്ഞ് താഴെ ഓഫീസിലിരിക്കുക. എന്റെ മോൻ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നെന്ന്. എന്താടാ ദുഃഖിച്ചിരിക്കുന്നേ? ഇല്ലച്ചാ, ഇന്നാ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ ജാതി, മതം, സ്വത്ത് ഇതൊന്നും നോക്കാതെ അച്ഛൻ അതിന് അനുവദിക്കണം. ഞാൻ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടാ ശരി. പെണ്ണാരാന്ന് പറ, നമുക്ക് നോക്കാം. ഇപ്പൊ വേണ്ടച്ചാ, അച്ഛൻ്റെ സമ്മതം അവളോട് പറഞ്ഞിട്ട് എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ടച്ചാ. ഇതും ചേർത്ത് വേണം താലി ഉണ്ടാക്കാനായിട്ട്. എന്തിനാടാ ഇത്? നമ്മുടെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാ? നമ്മുടെ വീട്ടിൽ വെറും പണം അച്ഛാ ഉള്ളത്. അവളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആ വീട് മുഴുവൻ സന്തോഷമായിരുന്നു അച്ഛാ. അവളുടെ വീട്ടിൽ ഞാൻ കണ്ട സന്തോഷം നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല അച്ഛാ. എന്താ സാർ, സ്നേഹം പ്രകടിപ്പിക്കാൻ പോവാ? അല്ല, സത്യം പറയാൻ പോവാ. ഹായ്. ഒന്നിരുന്നട്ടെ. വേണ്ട, അവിടൊക്കെ സീറ്റ് ഒഴിഞ്ഞെടുക്കല്ലേ. നീ ഒഴിവാക്കുന്ന കണ്ടിട്ട് നിന്റെ കാമുകന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു. അതെ, നിന്റെ നിഴൽ പോലും അങ്ങയുടെ മേൽ തട്ടാൻ പാടില്ല. ആദ്യം ഇവിടെ നിന്ന് പോയി തരുവോ? ഏയ്, നീ പാലായി കടഞ്ഞെടുത്ത അമൃത. ആ കുട്ടിക്കൃഷ്ണനെ മാത്രം ഒന്ന് കണ്ടിട്ട് പോയേക്കാം പ്ലീസ്. അന്ന് പറഞ്ഞതുപോലെ നീ ആ റാസ്കലിനെ പറ്റി എന്തെങ്കിലും എന്നോട് പറഞ്ഞാലേ ഞാൻ എഴുന്നേറ്റ് പോയി കളയും. ചേച്ചേ, ഈ സമയത്ത് അവനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. ഞാൻ അവനെ മറന്നാലും നീ അവനെ ഓർക്കുന്നില്ലേ ഇപ്പോഴും? അതാ അവന്റെ സ്പെഷ്യാലിറ്റി. ദേ വന്നല്ലോ ഞാൻ പറഞ്ഞ പെങ്കോന്തൻ. മിണ്ടരുതെന്ന് വിചാരിച്ച പോലും കൃത്യസമയത്തെത്തി. കള്ളൻ റോസ് കൊണ്ടുവന്നിരിക്കുന്നു. പുതുതായിട്ട് ആരെയോ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ലക്ഷണമുണ്ട്. മുൻപ് എന്നെയായിരുന്നു കറക്റ്റ് ചെയ്തത്. പിന്നീട് അവൻ കറക്റ്റ് ചെയ്തതിനെ എന്നോട് കട്ട് ചെയ്യാൻ പറഞ്ഞു.
ആ പെണ്ണിന് വേണ്ടി ഞാനും അതിന് സമ്മതിച്ചു. ഇപ്പൊ വേറെ ആരെയോ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഇവന്റെ പണി ഇത് തന്നെയാ. ആരെ പറ്റിയിട്ട് നീ പറയുന്നേ? ഇതാരാണെന്നറിയോ? എന്റെ ലവറാ. ഇയാളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെ പറ്റി പറഞ്ഞാലേ. ഇവള് നിന്നെ പറ്റി എന്തൊക്കെയോ പറയുന്ന സത്യ. ഇവൾക്ക് വേണ്ടി നീ ബാങ്കിൽ ജോലിക്കായിരുന്നു പോലും. അതുമല്ലാതെ എന്തിനതൊക്കെ പറയുന്നു? ഇവളോട് പറഞ്ഞ് എന്നെ കട്ട് ചെയ്ത് വിടാനെന്ന്. ഭയങ്കരേ. മുഖത്തോട് മുഖം നോക്കിയപ്പോ ഒന്നും പറയാൻ വയ്യാതെ ശ്വാസം മുട്ടി നിൽക്കുന്നു. അല്ല സത്യേ, നിന്നെ കുറിച്ച് അവൾ ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇവളെ നോക്കി നീ ആരാണെന്ന് ചോദിക്കേ. ഇവളെ കണ്ടിട്ട് നീ ആരാണെന്ന് അറിയില്ലെന്ന് പറ. നീ ഒന്ന് പറ, ഞാൻ വിശ്വസിക്കാം. എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന? ഇവള് പറഞ്ഞതൊക്കെ കള്ളവല്ലേ? അല്ല, എല്ലാം സത്യം തന്നെ. ഇന്നലെ വരെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന പ്രേമമല്ലായിരുന്നു. എന്നാ ഇപ്പൊ അല്ലല്ല, ഞാൻ പറഞ്ഞെല്ലാം പച്ചക്കള്ള. എങ്ങനെ ഇതെല്ലാം കള്ളമാണെന്ന് ഞാൻ പറയും? അപ്പോ പ്രേമിച്ചത്, പഴകിയത്, പറഞ്ഞത് എല്ലാം പച്ചക്കള്ളുമായിരുന്നില്ലേ? ഇല്ല ഹരിത, മിണ്ടരുത്, വേണ്ട. എന്റെ പേര് വിളിക്കാൻ പോലും നിനക്ക് അർഹതയില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ പറഞ്ഞതൊക്കെ കേട്ട് നശിച്ചത് മതി. എന്തിനാ എന്നെ വഞ്ചിച്ചത്? ഇനി നീ എന്നെ പലതും പറഞ്ഞ് വഞ്ചിച്ചിരിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ? ഇല്ല ഹരിത. അയ്യോ, ദൈവ വഞ്ചിച്ചില്ലേ? കരയാതിരിക്കും പ്ലീസ്. ജീവൻ പോകും വേദന നിൻ വിരഹത്താലെ അറിയുന്നു. മിഴികൾ ചിന്തും കണ്ണീരിൽ മെല്ലെ മെല്ലെ അറിയുന്നു. ജീവൻ പോകും വേദന നിൻ വിരഹത്താലെ അറിയുന്നു. മിഴികൾ ചിന്തും കണ്ണീരിൽ മെല്ലെ മെല്ലെ അറിയുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം അവന്റെ കാമുകിയെ കണ്ടുമുട്ടിയിരുന്നു. ബോധം തെളിഞ്ഞ ഉടനെ എന്നെ അറിയിക്കണം. ഓക്കേ ഡോക്ടർ. ആ, സത്യയ്ക്കൊരു കുഴപ്പമില്ല. കുറച്ചധികം കുടിച്ചതുകൊണ്ട് മയങ്ങി കിടക്കുക. ഈവനിങ് ഡിസ്ചാർജ് ചെയ്യാം. കുടിച്ചിട്ടുണ്ടെന്നോ?
കമിൻ സർ? യെസ് കം ഇൻ. ജോയിൻ ചെയ്തല്ലോ, ഓൾ ദി ബെസ്റ്റ്. സോറി സർ, ഇവിടെ എനിക്ക് ട്രെയിനിങ് എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ പോന്നു. എന്താ? ഒരു പെണ്ണ് പിടിയാനുള്ള സ്ഥലത്ത് എനിക്കിരിക്കാൻ ഇഷ്ടമല്ല. എന്റെ ഓഫീസിൽ പെണ്ണ് പിടിയല്ലോ? നീ എന്നോട് ഇത് പറയുന്നത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഞാനായിരിക്കില്ല. വേറെ ആരാ? നീ വേഗം വാ. അത് വേറെ ആരാ? സത്യേ സർ, ഹരിത ഒരു കംപ്ലൈന്റ് പറഞ്ഞു. നമ്മുടെ ഓഫീസിൽ ഒരു പെണ്ണ് പിടിയനുണ്ടെന്ന്. നിനക്ക് എല്ലാരെയും അറിയാമല്ലോ. 2 കല്യാണം കഴിച്ച അക്കൗണ്ടന്റോ അതോ ഓഡിറ്റർ ജയമൂർത്തിയോ? എന്തിനാ ഇങ്ങനെ എല്ലാവരെയും സംശയിക്കുന്നത്? അത് ഹരിതയോട് തന്നെ ചോദിക്കാം. ഞാൻ പറ്റേ സർ. ഇവനാണ് സത്യ എന്റെ മോനെ പോലെ. ഇവൻ ജനിക്കാതെ പോയി എന്റെ മോനായതിന്റെ കാരണം സത്യക്കുള്ള നല്ല ഗുണങ്ങളാ. ഏത് പെണ്ണിനെ വിളയ്ക്കാൻ വേണ്ടിയാണ് നല്ലവനായിട്ട് അഭിനയിക്കുന്നതെന്ന് അറിയില്ല. പറഞ്ഞത് മതി. സത്യ ഒരു പെണ്ണുപിടിയിലാണെന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നീ പറഞ്ഞതുപോലെ അവനൊരു അയോഗ്യനാണെങ്കിൽ ഞാൻ അവനെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കും. പ്രൂവ് ചെയ്യാം. ഡ്രൈവർ, വണ്ടി നിർത്ത. ഹലോ സർ, ഞാൻ ഹരിതയെ സംസാരിക്കുന്നത്. ഇരിക്കെ. ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ നീ അല്ലാതെ വേറെ ആരാ എന്റെ കണ്ണുപൊത്തുന്നത്? 4 പേര് കണ്ട എന്ത് വിചാരിക്കും? വെളി വരുമ്പോ ഇങ്ങനൊന്നും ബിഹേവ് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്നോട് സംസാരിക്കണ്ടപ്പോ. ഇല്ലടാ, ദേഷ്യപ്പെട്ടതല്ല. അല്ല, നീ ദേഷ്യപ്പെട്ടതാ. നീ എന്റെ ചേട്ടനല്ല, മിണ്ടണ്ടപ്പോ. നീ എന്റെ ചേട്ടനല്ല, മിണ്ടണ്ടപ്പോ. ഇത് നിക്ക്. ഇത് ഞാൻ പറയുന്നത് കേക്ക്. ഇത് പോരുത്. ഇത് നിക്കാൻ. ഗീത, പെണ്ണുങ്ങളെ വിളിക്കാൻ വേണ്ടി എന്തൊക്കെയോ വേഷം അഭിനയിച്ചിട്ട് ഇപ്പൊ പുതിയ വേഷം ചേട്ടന്റെയാ? നിർത്ത. എന്താ നീ പറയുന്നത്? ഇതെന്റെ മകളാ. മറ്റുള്ളവർക്ക് എന്റെ മകളാണെന്നല്ല, സത്യയുടെ അനിയത്തിയാണെന്നേ അറിയാവൂ. ഇത് നിക്ക്. ഇത് ഞാൻ പറയുന്നത് കേക്ക്. ഇത് പോരുത്. ഇത് നിക്കാൻ. ഗീത, പെണ്ണുങ്ങളെ വിളിക്കാൻ വേണ്ടി എന്തൊക്കെയോ വേഷം അഭിനയിച്ചിട്ട് ഇപ്പൊ പുതിയ വേഷം ചേട്ടന്റെയാ? നിർത്ത. എന്താ നീ പറയുന്നത്? ഇതെന്റെ മകളാ. മറ്റുള്ളവർക്ക് എന്റെ മകളാണെന്നല്ല, സത്യയുടെ അനിയത്തിയാണെന്നേ അറിയാവൂ. കുഞ്ഞുനാളിലെ ബുദ്ധി വളർച്ചയില്ലാത്ത ഇവൾ ഒന്ന് ചിരിച്ചു കളിച്ച് നടക്കുന്നതിന്റെ കാരണം സത്യ ഇവളോട് കാണിക്കുന്ന സ്നേഹമാണ്. സത്യ അവനെപ്പറ്റി നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്നോട് അവനെപ്പറ്റി പറഞ്ഞപ്പോ തെളിയിക്കാൻ പറഞ്ഞു. കാരണം അപ്പോഴെങ്കിലും നീ അവനെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അവനോട് ചേട്ടന്റെ വേഷം അഭിനയിക്കുകയാണോന്ന് ചോദിച്ചില്ലേ? ചീത്ത ആളുകളെ സംശയിച്ച അതിൽ വ്യസനിക്കാനൊന്നുമില്ല. എന്നാൽ ചീത്തയിൽ നിന്ന് നല്ലവനായ ഒരുത്തനെ, അത് നീ കാരണം നല്ലവനായെന്ന് പറയുന്ന ഒരുത്തനെ സംശയിച്ചാൽ ഇതിലും വലിയ അബദ്ധം വേറൊന്നുമില്ല മോളെ. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല സാർ. ഇവരുടെ ഫ്രണ്ട് എന്നെ കുറിച്ച് എല്ലാ സത്യവും പറഞ്ഞപ്പോ നീ പറ കള്ളമാണെന്ന് ഞാനത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, സത്യമാണെന്ന് ഞാൻ സത്യം പറഞ്ഞു.
അന്നേ ഞാൻ നല്ലവനായി എന്ന് മനസ്സിലാകാത്ത നിങ്ങൾക്ക് ഇന്നെന്ത് മനസ്സിലാകാനാ? എന്നിവരെന്നെ തഴഞ്ഞോ, അന്നു മുതൽ അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാതെ ഇവിടെ വന്ന് എന്നെങ്കിലും ഒരു ദിവസം ഇവരെ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ വെച്ച് എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചല്ല, ഞാൻ ഇപ്പോൾ ഒരു നല്ലവനായെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്താണെന്നറിയില്ല, ഞാൻ പഴയ ആളായിരുന്നപ്പോൾ എന്നെ വിശ്വസിച്ചു, ഇപ്പം നല്ലവനായി വിശ്വസിക്കുന്നില്ല. നിങ്ങൾ മിക്കപ്പോഴും പറയാറില്ലേ സർ, ഞാൻ നല്ലവനായി എനിക്കൊരു പുത്തൻ ജീവിതം തുടങ്ങാൻ പോവാണെന്ന്. തുടക്കമല്ല സർ, എല്ലാം അവസാനിച്ചു. ഞാൻ മിണ്ടാത്തോണ്ടാണോ കരയുന്നത് ഏട്ടാ? അല്ല മോളെ, ചിലർ പറയുന്ന ഓർത്ത് കരയുക. സത്യയെ മനസ്സിലാക്കിയതുകൊണ്ട് ഇനി നീ ഇവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ ഇവിടെ താമസിക്കാമെന്ന് ഞാൻ തന്നെ എങ്ങനെ പറയും? സത്യ ഇവിടെ തങ്ങണമെന്ന് പറഞ്ഞില്ല. ഞാൻ നാട്ടിലേക്ക് പോവാ. എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിച്ചാലോ? ചോദിക്കണം. ഡ്രൈവർ, MD എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ചേച്ചിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കേ. തന്നേക്ക്. അതിരിക്കട്ടെ. ശരി സാറേ. ഈശ്വരാ, എല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ, എന്നെ കൈവിടരുതേ. ആവശ്യമില്ല, നിന്നെയൊക്കെ പോയി ഞാൻ സ്നേഹിച്ചു. സാറേ ലഗേജ് ഞാൻ എടുത്തോളാം, 30 രൂപ വന്നാൽ മതി. 30 റുപ്പീസ് ഇത് കൊണ്ട് കൊടുത്താൽ ഇവരെനിക്ക് 100 രൂപ തരും, അറിയോ? ടിപ്സ്. ടിപ്സ് ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഹലോ, ടൈമായി, വാ പോവാ. വാ. ഓ, മുന്നിക്കര് വേഗം നടക്കാം. സോറി. ഞാൻ ഇടിച്ചതിന് നിങ്ങൾ എന്തിനാ സോറി ചോദിക്കുന്നത്? ഇങ്ങനെ ഇടിച്ചവന്മാരെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, അതന്ന്. ഇന്ന് നോ റൈറ്റ്സ്. സോറി, ആവശ്യമില്ല, ഷർട്ടിൽ പിടിച്ചു. വാ പോ. ടിക്കറ്റ് എടുക്ക. S2 കോച്ചാണ് മാഡം. വേഗം അവിടെ കാണിക്ക.
എന്താ സാർ ടിക്കറ്റ് കൺഫേം കൺഫേം ആണ് അല്ലേ? S10 ലാണ്. അമ്മേ നല്ല കാലം ടിക്കറ്റ് കൺഫേം ആയി. ഇപ്പോഴാ മനസ്സമാധാനമായി. വേഗം കയറണം സാർ, ട്രെയിൻ പുറപ്പെടാൻ പോവാ. ഓക്കെ. എന്താ? ഓ വെള്ളം വേണം. ബാഗ് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് വരാം. വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. വാട്ടർ ബോട്ടിൽ. ഹായ്, ചെന്നൈയിലേക്കാ? അതെ, നിങ്ങൾ ഇല്ല ഞാനല്ല, മാഡം പോകുന്നുണ്ട്. മാഡം ചെന്നൈയിലേക്ക് പോകുന്നു. മാഡം ഒറ്റയ്ക്കാണ് പോകുന്നത്. മാഡത്തെ കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ. ടൈമായി. ട്രെയിൻ പുറപ്പെടാൻ പോകും. കയറിക്കോ. സൂക്ഷിച്ചു പോണം. അവനെ കണ്ടിട്ട് എന്നെ പോലെ ഒരു പെണ്ണുപിടിയാനാണെന്ന് തോന്നുന്നു. ഹലോ, എന്താ നിങ്ങൾ ഇഷ്ടത്തിനങ്ങ് പോകുന്നത്? ടിപ്സ് 100 രൂപ. എവിടെ? താനേ എന്നെ പറഞ്ഞു വിടുവോ? പറ, എന്നെ പറഞ്ഞു വിടുവോന്ന്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമില്ലേ, ദയയില്ലേ, പ്രേമമില്ലേ? നിനക്കല്ലാത്തത്. ഇപ്പൊ ഞാൻ നിന്നെ മനസ്സിലാക്കി, എന്റെ സത്യം മനസ്സിലാക്കി. ഒരു നല്ലവൻ പോലെ നാളെ ചീത്തയായി മാറിയേക്കാം. ഇന്ന് ചീത്തയായവൻ നല്ലവനായ അവൻ പിന്നെ ചീത്തയാവില്ല. ആ വിശ്വാസത്തിൽ നിന്നെ ഞാൻ സ്വീകരിക്കും. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയായാലും ലവർ നാട്ടിൽ പോകാന്ന് വെച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാവോ? നമുക്കൊരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം നിന്റെ സ്ഥിരം പരിപാടി പഞ്ചാരടിയാണെന്ന്. നീ ഒന്നും നന്നാവില്ലടാ. ഞാൻ എത്ര നല്ലവനായിട്ടും എന്നെ വിശ്വസിക്കുന്നുണ്ടോന്നോ? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.